നമസ്കാരം. 1978 ഓഗസ്റ്റ് 26 വൈകുന്നേരം ഒരു 6 മണിയായിട്ടുണ്ടാവും. ന്യൂഡൽഹിയിലെ ദൗളഹാനിലുള്ള അവരുടെ വസതിയിൽ നിന്ന് ഗീതയും സഞ്ജയും അതുപോലെ ഓൾ ഇന്ത്യ റേഡിയോയിലേക്ക് തിരിച്ചതാണ്. ഓൾ ഇന്ത്യ റേഡിയോയിൽ രാത്രി 8 മണിക്ക് യുവവാണിയിൽ ഒരു പ്രോഗ്രാം ഈ ഗീത അവതരിപ്പിക്കുന്നുണ്ട്. അതേ പ്രോഗ്രാമിൽ തന്നെ ഒരു പാർട്ടിസിപ്പൻ്റായിട്ട് സഞ്ജയും പലപ്പോഴും പങ്കെടുക്കാറുണ്ട്. അവര് ആ വീട്ടിൽ നിന്ന് തിരിച്ച് കൃത്യം 8 മണിയാകുമ്പോൾ വീട്ടുകാർ യുവവാണി ഓണാക്കും. ഈ സഞ്ജയിന്റെയും ഗീതയുടെ പിതാവ് നേവിയിൽ വർക്ക് ചെയ്യുന്ന ഉദ്യോഗസ്ഥനാണ്. മദൻ മോഹൻ ചോപ്രയ്ക്കും ഭാര്യയ്ക്കും മകളുടെ മനോഹരമായ ശബ്ദം ആ യുവവാണിയിലൂടെ കേൾക്കാൻ പറ്റും. തിരിച്ച് ആ പരിപാടിയെ കഴിഞ്ഞ് അവർ വീട്ടിലെത്തുമ്പോൾ മദൻ മോഹനും ഭാര്യയും കൂടി മകളോട് അന്നത്തെ പരിപാടിയുടെ ഗുണങ്ങളും ദോഷങ്ങളൊക്കെ പറയുകയും ചെയ്യും. അവരാണ് അവളുടെ ഏറ്റവും വലിയ ക്രിട്ടിക്കുകൾ എന്ന് പറയുന്നത്. സന്തോഷത്തോടുകൂടി മദൻ മോഹന്റെ ഭാര്യയാണ് അന്ന് റേഡിയോ ഓണാക്കിയത്. 8 മണിക്ക് യുവവാണിയുടെ ആ പ്രസിദ്ധമായ മ്യൂസിക് കടന്നു വന്നു. പക്ഷെ യുവവാണി പരിപാടി ആരംഭിച്ചപ്പോൾ മകളുടെ ശബ്ദത്തിന് പകരം മറ്റൊരു സ്ത്രീയുടെ ശബ്ദമാണ് അവരന്ന് കേട്ടത്. ഇതെന്താ ഇന്ന് മോളില്ലാത്തത്? അതിന്റെ ഉത്തരം പറയുവാൻ മദൻ മോഹനും പറ്റിയില്ല. എന്നാലും കുറച്ച് കഴിയുമ്പോൾ മകളുടെ ശബ്ദം കേൾക്കാൻ കഴിയുമെന്ന് കരുതി അവർ രണ്ടുപേരും ആ യുവവാണി പരിപാടി മുഴുവൻ കേട്ടു. അതുപോലെ ആ പരിപാടി തീർന്നതും മദൻ മോഹൻ വീട്ടിൽ നിന്ന് ഓൾ ഇന്ത്യ റേഡിയോയിലേക്ക് തിരിച്ചു. ഓൾ ഇന്ത്യ റേഡിയോയിൽ നിന്ന് മകളെയും മകനെയും തിരിച്ചു വിളിച്ചുകൊണ്ട് വരുന്നത് മദൻ മോഹനാണ്. അങ്ങനെ വരുന്ന വഴിക്ക് എപ്പോഴും ആ റേഡിയോയിൽ കേട്ട അന്നത്തെ മകളുടെ പെർഫോമൻസിനെ കുറിച്ച് കമന്റുകൾ പറയുക എന്നുള്ളത് മദൻ മോഹന് ഇഷ്ടമുള്ള ഒരു കാര്യവുമാണ്. അദ്ദേഹം ഓൾ ഇന്ത്യ റേഡിയോയിലെത്തി. അതുപോലെ വാഹനം ഒതുക്കേണ്ട സ്ഥലത്ത് ഒതുക്കിയതിനു ശേഷം റിസപ്ഷനിൽ ചെന്നു. അവിടെ ആ സമയത്ത് മക്കൾ രണ്ടുപേരും ഉണ്ടാവും. പക്ഷെ റിസപ്ഷനിൽ അന്ന് ഗീതയും സഞ്ജയും ഉണ്ടായിരുന്നില്ല. അവരെ കാണാതെ വന്നപ്പോൾ റിസപ്ഷനിലെ ഉദ്യോഗസ്ഥനോട് മദൻ മോഹൻ ഗീതയും സഞ്ജയിനെയും തിരക്കി. സാർ, ഇന്ന് അവരിവിടെ വന്നില്ലല്ലോ. വന്നില്ലെന്നോ? അവർ 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇങ്ങോട്ട് തിരിച്ചതാണല്ലോ. സാർ, അവർ വരാത്തത് കൊണ്ട് വേറൊരാളെ വെച്ചാ ഇന്ന് യുവവാണിയിൽ പ്രോഗ്രാം ഷൂട്ട് ചെയ്തത്. ഞങ്ങള് 7 മണി വരെ കുട്ടികൾക്ക് വേണ്ടി നോക്കിയായിരുന്നു. കാണഞ്ഞിട്ട് 7 മണിക്കാണ് പ്രോഗ്രാം റെക്കോർഡ് ചെയ്തത്. സാർ, അവർ വന്നില്ല സാർ. ആ സെക്യൂരിറ്റി ഉദ്യോഗസ്ഥൻ അക്കാര്യം ഉറപ്പിച്ചു പറഞ്ഞതും മദൻ മോഹന് വല്ലാത്തൊരു അതിശയം. 6 മണിക്ക് അവർ രണ്ടുപേരും വീട്ടിൽ നിന്ന് ഓൾ ഇന്ത്യ റേഡിയോയിലേക്ക് പോയെന്നുള്ള കാര്യം മദൻ മോഹൻ ജോലി കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോൾ ഭാര്യ അദ്ദേഹത്തോട് പറഞ്ഞതാണ്. സെക്യൂരിറ്റി ജീവനക്കാരൻ ഗീതയും സഞ്ജയും അന്ന് അവിടെ വന്നിട്ടില്ല എന്ന് തീർത്തു പറഞ്ഞപ്പോൾ മദൻ മോഹന് ശരിക്കും അതൊരു അതിശയമായി തോന്നി. ഇനി ഏതെങ്കിലും കാരണവശാൽ അവർക്ക് വീട്ടിൽ നിന്ന് ഇവിടം വരെയുള്ള യാത്രയ്ക്ക് പറ്റിയ വാഹനം കിട്ടാതെ വന്നപ്പോൾ താമസിച്ചു പോയതുകൊണ്ട് അവർ തിരിച്ച് വീട്ടിലേക്ക് മടങ്ങിയതാണോ? അങ്ങനെ ഒരു സംശയം തോന്നിയതും മദൻ മോഹൻ അതിവേഗം വീട്ടിലേക്ക് തിരിച്ചു. അയാൾ ശരിക്കും പ്രതീക്ഷയോടെയാണ് വീട്ടിലേക്ക് മടങ്ങിയെത്തിയത്. വീട്ടിലെ ബെല്ലടിച്ചതും ഭാര്യ വാതിൽ തുറന്നു. മക്കളെത്തിയില്ലേ? നിങ്ങളല്ലേ മക്കളെ വിളിക്കാൻ പോയത്? ഭാര്യയുടെ ആ ചോദ്യം കേട്ടതും ശരിക്കും മദൻ മോഹൻ ഒന്ന് നടുങ്ങി. അയാളുടെ മുഖത്തെ ആ അമ്പരപ്പും വിളർച്ചയും സ്വാഭാവികമായിട്ടും മദൻ മോഹന്റെ ഭാര്യ ശ്രദ്ധിക്കുകയും ചെയ്തു. എന്തുപറ്റി? ഗീതയും സഞ്ജയും ഇന്ന് ഓൾ ഇന്ത്യ റേഡിയോയിലേക്ക് പോയിട്ടില്ല. അവരവിടെ പോയിട്ടില്ലെന്നോ? പിന്നെ ഇങ്ങോട്ട് പോകാനാ? സഞ്ജയും ഗീതയും അവർക്കൊപ്പം അല്ലാതെ സിനിമയ്ക്ക് പോകുന്ന ഒരു പതിവുമില്ല. അതുകൊണ്ട് തന്നെ അവര് ഓൾ ഇന്ത്യ റേഡിയോയിൽ പോകാൻ പറ്റിയില്ലെങ്കിൽ ഉറപ്പായും തിരിച്ച് വീട്ടിലേക്ക് വരേണ്ടതാണ്. എന്തായാലും ഗീതയുടെയും സഞ്ജയിന്റെയും സുഹൃത്തുക്കളുടെ വീടുകളിൽ ഒന്ന് തിരക്കാമെന്ന് കരുതി മദൻ മോഹൻ ഉടൻ ഗീതയുടെ സുഹൃത്തുക്കളുടെ വീട് ലക്ഷ്യമാക്കി തിരിച്ചു. ഗീത ആ സമയത്ത് ഇന്നത്തെ +2 തത്തുല്യമായ പ്രീ ഡിഗ്രി സെക്കൻഡ് ഇയറിൽ പഠിക്കുകയാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയാണ് സഞ്ജയ്. അവർക്ക് രണ്ടുപേർക്കും ഒത്തിരി സുഹൃത്തുക്കൾ സമീപത്തൊക്കെ ഉണ്ട്. ശരിക്കും യുവവാണിയിൽ പ്രോഗ്രാം അവതരിപ്പിക്കുന്ന ആളായതുകൊണ്ട് തന്നെ ഗീതയ്ക്ക് സ്കൂളിൽ ഒരു താരപരിവേഷമുണ്ട്. അവളുടേത് മനോഹരമായ ശബ്ദമാണ്. ആ ശബ്ദത്തിന് ഒത്തിരിയേറെ ആരാധകരുമുണ്ട്. അവളെ അറിയുന്ന ആളുകളാണ് ഒട്ടുമുക്കാൽ കുട്ടികളും. മദൻ മോഹൻ ഗീതയുടെ ഏറ്റവും അടുത്ത ഫ്രണ്ടിന്റെ വീട്ടിലും അവിടെ നിന്ന് അടുത്ത വീടുകളിലൊക്കെ തിരിച്ചു. ഏകദേശം ഒരു 1.5 മണിക്കൂർ മദൻ മോഹൻ വിവിധ വീടുകളിലും പാർക്കുകളിലൊക്കെ മകൾക്കും മകനും വേണ്ടി അലഞ്ഞു തിരിഞ്ഞു എന്ന് പറയാം. അവരുടെ ഒരു വിവരവും കിട്ടാതെ വന്നതും മദൻ മോഹൻ അതിവേഗം കൺട്രോൾമെന്റ് സ്റ്റേഷനിലെത്തി. തൻ്റെ മകളും മകനും ഓൾ ഇന്ത്യ റേഡിയോയിലേക്ക് പോയതിനു ശേഷം മിസ്സായ കാര്യം റിപ്പോർട്ട് ചെയ്തു. മദൻ മോഹന്റെ പരാതി എഴുതി വാങ്ങിച്ച കൺട്രോൾ സ്റ്റേഷനിലെ ആളുകൾ ഉടൻ തന്നെ പരാതി അന്വേഷിക്കാമെന്ന് മദൻ മോഹന് വാക്ക് കൊടുക്കുകയും ചെയ്തു. അപ്പോൾ സമയം രാത്രി 10 മണി കഴിഞ്ഞ് 15 മിനിറ്റാണ്. കൺട്രോൾ റൂമുകാർ അന്വേഷണം അതിവേഗം നടത്താമെന്ന് പറഞ്ഞെങ്കിലും മദൻ മോഹൻ അവിടെ വെറുതെ ഇരുന്നില്ല. അദ്ദേഹം ആ കൺട്രോൾ റൂമിൽ നിന്ന് പുറത്തിറങ്ങി നേരെ പോയത് വെല്ലിംഗ്ടൺ ഹോസ്പിറ്റലിലേക്കാണ്. അവർ വരുന്ന വഴിക്കാണ് വെല്ലിംഗ്ടൺ ഹോസ്പിറ്റൽ.
ഇപ്പോഴത്തെ റാം മനോഹർ ലോഹ്യ ഹോസ്പിറ്റൽ. ആ ആശുപത്രിയിൽ കുട്ടികൾക്ക് അപകടങ്ങാനും പറ്റി എത്തിയൂ എന്നാണ് മദൻ മോഹൻ അറിയേണ്ടിയിരുന്നത്. പക്ഷെ അവിടെ തിരക്കിയപ്പോൾ ആ പ്രായത്തിലുള്ള ഒരാളെയും അന്ന് അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല. അവിടെ നിന്ന് ഇറങ്ങിയ മദൻ മോഹൻ നേരെ പോയത് പാർലമെന്റ് സ്ട്രീറ്റിലെ പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവിടെ ആ കുട്ടികളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് അവിടെ പോയത്. അവിടെ ചെന്ന മദൻ മോഹൻ തൻ്റെ മക്കളെ കാണാതെ പോയ കാര്യം അവിടെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. അവിടെയും റിപ്പോർട്ട് ചെയ്തിട്ട് മദൻ മോഹൻ നേരെ പോയത് അദ്ദേഹത്തിന്റെ നേവൽ ബേസ് ഓഫീസിലേക്കാണ്. നേവി ക്യാപ്റ്റൻ കൂടിയായ മദൻ മോഹന്റെ കുട്ടികളെ അദ്ദേഹത്തിന്റെ ടീംമേറ്റ്സുകൾക്ക് ശരിക്കും ഇഷ്ടവുമാണ്. വിവരം അറിഞ്ഞതും നേവിയുടെ വലിയൊരു ടീം തന്നെ അന്വേഷണവുമായി നിരത്തിലേക്ക് ഇറങ്ങി. ദില്ലി ഏതാണ്ട് അവരെ അരിച്ചു പറക്കുകയാണ്. രാത്രി 12 1 മണിയായി. നേരെ പുലർന്നിട്ടും കുട്ടികളെ കുറിച്ചുള്ള ഒരു വിവരവും കിട്ടിയില്ല. ശരിക്കും മദൻ മോഹനും ഭാര്യയും അക്ഷരാർത്ഥത്തിൽ മുൾമുനയിൽ നിൽക്കുകയാണ്. പോലീസും ഈ സമയത്ത് നിരത്തിലുണ്ട്. അവരും അതുവഴി കടന്നു പോകുന്ന ആളുകളെയും വാഹനങ്ങളെയും പാർക്കുകളെയും ഒക്കെ പരിശോധിക്കുന്നുണ്ട്. കുട്ടികൾ സിനിമയ്ക്ക് പോകുന്ന സ്വഭാവം ഇല്ലാതിരുന്നിട്ട് കൂടി സകല സിനിമാ തിയേറ്ററുകളിലും മദൻ മോഹന്റെ സുഹൃത്തുക്കളും പോലീസും ഒക്കെ ഒരു അന്വേഷണം നടത്തിയിരുന്നു. അവിടെ ഒന്നും കുട്ടികൾ വന്നിട്ടില്ല. ഈ വാർത്തകൾ ഇങ്ങനെ സംഭവിക്കുന്നതിനിടയിൽ വെല്ലിംഗ്ടൺ ഹോസ്പിറ്റലിൽ ഈ ഓഗസ്റ്റ് 26 രാത്രി ഏകദേശം ഒരു 10 മണി കഴിഞ്ഞപ്പോൾ 2 ചെറുപ്പക്കാരെത്തിയിരുന്നു. അതിൽ ഒരാളുടെ തലയിൽ ഗുരുതരമായി മുറിവേറ്റിട്ടുണ്ട്. എന്തോ വെട്ട് കിട്ടിയിരിക്കുകയാണ്. ആ ആളും അയാളുടെ കൂട്ടുകാരനും ഹോസ്പിറ്റലിൽ സമീപിച്ചത് ആ മുറിവ് വെച്ച് കിട്ടാൻ വേണ്ടിയാണ്. ആ വെട്ടിന്റെ ആഴവും വെട്ടിന്റെ ശൈലിയൊക്കെ കണ്ട ഡോക്ടേഴ്സ് അങ്ങനെ അങ്ങ് വെച്ച് കെട്ടി കൊടുക്കാൻ തയ്യാറായില്ല. അവരോട് വിശദമായ കാര്യങ്ങൾ ചോദിച്ചു. അപ്പോ ആ വെട്ട് കിട്ടിയ ആള് അയാളെ പരിചയപ്പെടുത്തി. അയാളുടെ പേര് വിനോദ് എന്നാണ്. മറ്റേ കക്ഷി ഹർഭജൻ സിംഗ് ആണ്. വിനോദ് കാളിമന്ദിറിന് സമീപമുള്ള ബംഗ്ലാ സാഹിബ് മാർഗിന്റെ അടുക്ക് കൂടി നടന്നു വരുമ്പോൾ അയാളെ 2-3 ആളുകൾ ആക്രമിച്ചു. ആക്രമിക്കാനുള്ള കാരണം അയാളുടെ കയ്യിലുണ്ടായിരുന്ന വാച്ചാണ്. അയാളുടെ കയ്യിലെ വാച്ചും പേഴ്സും ഒക്കെ പിടിച്ചെടുക്കാൻ അവർ ശ്രമിച്ചപ്പോൾ വിനോദ് അവരുമായി ഒന്ന് ഉടക്കി. ആ മൽപ്പിടുത്തത്തിനിടയിൽ വിനോദിനെ ആക്രമിച്ച ആളുടെ കയ്യിലുണ്ടായിരുന്ന ഇരുമ്പ് വടി കൊണ്ട് അയാൾ വിനോദിന്റെ തലയിൽ ആഞ്ഞടിക്കുകയായിരുന്നു. അടിയേറ്റ് വിനോദ് താഴെ വീണതും വിനോദിന്റെ വാച്ചും അഴിച്ചെടുത്ത് പേഴ്സുമായി ആ ആൾക്കൂട്ടം അവിടുന്ന് രക്ഷപ്പെട്ടു. അവർ ഓടിപ്പോയതും തറയുന്ന എണീറ്റ വിനോദ് വെച്ച് റോഡിലോട്ട് കടക്കുമ്പോഴാണ് അതുവഴി ഹർഭജൻ സിംഗിന്റെ വാഹനം വന്നത്. ഹർഭജൻ സിംഗ് അയാളുടെ അവസ്ഥ കണ്ടിട്ട് സങ്കടം തോന്നി അയാളെ വെല്ലിംഗ്ടൺ ഹോസ്പിറ്റലിൽ എത്തിച്ചതാണ്. കാര്യങ്ങൾ കേട്ട് കഴിഞ്ഞതും ഹോസ്പിറ്റൽ അധികാരികൾ അയാളുടെ മുറിവെല്ലാം വെച്ച് കെട്ടി. മുറിവ് വെച്ച് കെട്ടി കഴിഞ്ഞതും അവര് 2 പേരും പോകാനുള്ള തയ്യാറെടുപ്പ് തുടങ്ങി. അത് കണ്ടതും ഡോക്ടർ അവരോട് പറഞ്ഞു, ഹേയ്, നിങ്ങൾക്ക് അങ്ങനെ പോകാൻ പറ്റില്ല. ഞങ്ങളിത് പോലീസിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. അവർ വന്ന് നിങ്ങളിൽ നിന്ന് മൊഴിയെടുത്തതിന് ശേഷമേ ഇവിടുന്ന് പോകാൻ പറ്റൂ. ഇത് ഇവിടുത്തെ നിയമമാണ്. ഞങ്ങൾക്കൊരു പരാതിയുമില്ല. പോകേണ്ട വാച്ച് പോയി, എൻ്റെ പേഴ്സും പോയി. അതൊന്നും കേസാക്കാൻ ഒരു താല്പര്യവും എനിക്കില്ല. എനിക്ക് വീട്ടിൽ പോകേണ്ട അത്യാവശ്യമുണ്ട്. വിനോദ് അങ്ങനെ തീർത്ത് പറഞ്ഞെങ്കിലും ആ ഹോസ്പിറ്റലിലെ സെക്യൂരിറ്റി ഗാർഡുകളും ജീവനക്കാരും വിനോദിനെയും ഹർഭജൻ സിംഗിനെയും അവിടെ തടുത്തു നിർത്തി. അവരോടായി ഡോക്ടർ വ്യക്തമായും അവരുടെ പോളിസി പറഞ്ഞു. ഈ ഹോസ്പിറ്റലിൽ ഒരു നിയമമുണ്ട്. അത് സർക്കാരിന്റെ നിയമമാണ്. ഈ ശൈലിയിൽ എന്തെങ്കിലും ആക്രമണവുമായി ബന്ധപ്പെട്ട ആരെങ്കിലും എത്തിയാൽ ആ കാര്യം പോലീസിന് റിപ്പോർട്ട് ചെയ്യണമെന്നുള്ളതാണ്. ഞങ്ങൾക്കത് ചെയ്തേ പറ്റൂ. സർക്കാരിന്റെ നിയമം അനുസരിക്കാൻ ബാധ്യതപ്പെട്ട ഹോസ്പിറ്റൽ അധികാരികൾ അവരുടെ ഉത്തരവാദിത്വം നിറവേറ്റാൻ അവരെ അനുവദിക്കണമെന്ന് വിനോദിനോടും ഹർഭജൻ സിംഗിനോടും ആവശ്യപ്പെട്ടപ്പോൾ ഹർഭജൻ സിംഗ് അവരോട് പറഞ്ഞു, എനിക്കിതുമായിട്ടൊരു ബന്ധവുമില്ല. ഞാൻ ഇയാൾക്കൊരു ലിഫ്റ്റ് കൊടുത്തതേ ഉള്ളൂ. ഞാൻ എന്താ പോട്ടെ. അത് പറ്റത്തില്ല. നിങ്ങളല്ലേ സാക്ഷി. നിങ്ങൾ കൂടെ ഇവിടെ നിൽക്കണം. പോലീസ് എന്തായാലും ഇവിടെ വരും. വിനോദിനോടും ഹർഭജൻ സിംഗിനോടും ആശുപത്രി അധികാരികൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴേക്കും മന്ദർമാർഗ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പോലീസ് കോൺസ്റ്റബിൾസ് സ്ഥലത്തെത്തി. അപ്പോൾ സമയം രാത്രി 10 മണി കഴിഞ്ഞ് 50 മിനിറ്റാണ്. അവിടെ എത്തിയ പോലീസിനോട് വിനോദ് തന്റെ മൊഴി ആവർത്തിച്ചു. ഹർഭജൻ സിംഗും അയാൾ നേരത്തെ പറഞ്ഞ അതേ മൊഴി തന്നെ പോലീസിനോട് പറയുകയും ചെയ്തു. അവരുടെ സംഭാഷണം കേട്ട് കഴിഞ്ഞതും പോലീസ് അവർ രണ്ടുപേരെയും അവരുടെ ജീപ്പിലേക്ക് കയറ്റി. അവരെ കൊണ്ട് പോലീസ് പോയത് വിനോദിന് തല്ല് കിട്ടി എന്ന് വിനോദ് പറയുന്ന പ്ലേസിലേക്കാണ്. ആ സംഭവ സ്ഥലം എന്തായാലും പോലീസിന് സന്ദർശിക്കണമല്ലോ. വിനോദിനെ ആക്രമിച്ചു എന്ന് വിനോദ് പറഞ്ഞ സ്ഥലത്ത് മന്ദർമാർഗിലെ ആ പോലീസ് എത്തി. ജീപ്പിൽ നിന്ന് ഹർഭജനെയും വിനോദിനെ ഇറക്കി. അപ്പോൾ സമയം രാത്രി ഏകദേശം 11 മണി കഴിഞ്ഞ് 45 മിനിറ്റാണ്. റോഡിൽ അധികം വാഹനങ്ങളൊന്നുമില്ല. പോലീസ് വിനോദിനോട് എവിടെ വെച്ചാണ് സംഭവം നടന്നതെന്ന് ചോദിച്ചതും വിനോദ് അവന് അടി കിട്ടിയ സ്ഥലം ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. പോലീസ് ആ ഭാഗമൊക്കെ നോക്കി. ഇരുട്ടാണ്. ഇന്നത്തെ പോലെ സ്ട്രീറ്റ് ലൈറ്റുകൾ അധികമുള്ള കാലഘട്ടമൊന്നുമല്ല. അവിടെ ഒറ്റ നോട്ടത്തിൽ ഒരു ആക്രമണം നടന്നതിന്റെ ലക്ഷണമൊന്നും പോലീസിന് ആ സമയത്ത് കാണാൻ പറ്റിയില്ല.
എന്തായാലും പകല് ഒന്നുകൂടി വിശദമായി അവിടെ പരിശോധിക്കണമെന്ന് തീരുമാനിച്ച പോലീസ് വിനോദും ഹർഭജൻ സിംഗുമായി സ്റ്റേഷനിലേക്ക് മടങ്ങിയെത്തി. സ്റ്റേഷനിൽ മടങ്ങിയെത്തിയ അവർ വിനോദിനെയും ഹർഭജൻ സിംഗിനെയും അവിടെ സ്റ്റേഷനിൽ ഇരുത്തിയിരിക്കുകയാണ്. തലയ്ക്ക് പരിക്കുള്ള വിനോദ് പോലീസിനോട് പറഞ്ഞു, സാർ എനിക്ക് ശരിക്കും പെയിനുണ്ട്, എനിക്ക് വീട്ടിലേക്ക് പോകണം, ഞാൻ നാളെ രാവിലെ വരാം. അത് കേട്ട ഹർഭജൻ സിംഗും പോലീസിനോട് പറഞ്ഞു, സാർ റോഡിൽ പോയ ഞാൻ അബദ്ധവശാൽ ഇയാൾക്കൊരു ലിഫ്റ്റ് കൊടുത്തതാണ്, അതിന്റെ പേരിൽ എന്നെ ഈ രാത്രി ഇവിടെ പിടിച്ചിരുത്തുന്നത് ശരിയായ പരിപാടിയല്ല. സാറിന് എന്നോട് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ രാവിലെ ചോദിക്കാം, എനിക്കും വീട്ടിൽ പോകണം, ഭാര്യയും കുട്ടികളൊക്കെ ഉള്ളതാണ്. അങ്ങനെ ഹർഭജൻ സിംഗും വിനോദും അവരവരുടെ നിസ്സഹായ അവസ്ഥ പോലീസിനോട് പറഞ്ഞതും രാത്രി 1:45 അവിടെ എല്ലാ വിശദ വിവരങ്ങളും എഴുതി വാങ്ങിച്ചതിന് ശേഷം പോലീസ് അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടുമ്പോൾ പോലീസ് അവരോട് ഒരു കാര്യം വ്യക്തമാക്കിയിരുന്നു, നാളെ രാവിലെ 10 മണിക്ക് തന്നെ ആ സ്റ്റേഷനിൽ റിപ്പോർട്ട് ചെയ്യണം. അവർ രണ്ടുപേരും വർക്ക് ചെയ്യുന്ന സ്ഥലവും അവരുടെ ബന്ധുക്കളുടെ വിവരങ്ങളും എല്ലാം എഴുതി വാങ്ങിച്ചതിന് ശേഷമാണ് പോലീസ് അവരെ അവിടെ നിന്ന് വിട്ടത്. പിറ്റേന്ന് രാവിലെ 10 മണിയായപ്പോൾ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ വിനോദിന്റെയും അതുപോലെ ഹർഭജൻ സിംഗിന്റെയും കാര്യങ്ങൾ കോൺസ്റ്റബിളോട് തിരക്കി. സാർ അവർ രണ്ടുപേരും വന്നിട്ടില്ല. അത് കേട്ടപ്പോൾ അല്പം ഈർഷ്യ വിനോദിനോടും ഹർഭജൻ സിംഗിനോടും ആ സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് തോന്നി. അയാളെ കൃത്യമായും അവർ പറഞ്ഞ് ഏൽപ്പിച്ചിരുന്നതാണ് രാവിലെ അവിടെ എത്തണമെന്ന്. സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ആ പോലീസുകാരോട് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, അവന്റെ വീട്ടിൽ ചെന്ന് അവനെ പിടിച്ചോണ്ടുവാ. വിനോദിന്റെ അഡ്രസ്സ് പോലീസിന്റെ കയ്യിലുണ്ട്. ഫത്തേപൂരിലെ പുഷ്പ ബിൽഡിംഗിലെ ഫ്ലാറ്റ് നമ്പർ 4 വിനോദ് താമസിക്കുന്നത്. വിനോദ് തലേദിവസം ആ അഡ്രസ്സ് വ്യക്തമായിട്ട് പോലീസിന് കൊടുത്തതാണ്. ഒരു ജീപ്പിൽ കുറച്ച് പോലീസുകാർ ഉടൻ തന്നെ വിനോദിനെ തിരക്കി വിനോദിന്റെ ആ വസതിയിലെത്തി. അവിടെ എത്തിയ പോലീസ് ആ 4 നമ്പർ വീട്ടിലെത്തപ്പോൾ അവിടെ അവർക്ക് കാണാൻ കഴിഞ്ഞത് വേറൊരു ഫാമിലിയാണ്. അവർക്ക് ആ വിനോദിനെ അറിയത്തേയില്ല. പോലീസ് അവർ പറഞ്ഞത് വിശ്വസിക്കാതെ ആ വീട് മുഴുവൻ ഒരു സെർച്ച് നടത്തിയപ്പോൾ ആ കാര്യം ഉറപ്പായി. വിനോദ് പറഞ്ഞിരിക്കുന്ന അഡ്രസ്സ് തെറ്റാണ്. വിനോദ് അവൻ ജോലി ചെയ്യുന്ന സ്ഥലത്തെക്കുറിച്ചും സൂചിപ്പിച്ചിരുന്നു. പോലീസ് ഉടൻ തന്നെ അവിടെ എത്തി. അങ്ങനെ ഒരു കക്ഷി അവിടെ വർക്ക് ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ആ നിമിഷത്തിൽ അവർ അറിയുകയും ചെയ്തു. വിനോദിനെ കുറിച്ചുള്ള ആ വിവരങ്ങൾ തെറ്റാണെന്ന് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് അവർ റിപ്പോർട്ട് ചെയ്തതും സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ഉടൻ തന്നെ ഹർഭജൻ കൊടുത്തിരിക്കുന്ന ആ അഡ്രസ്സിൽ ഒന്ന് തിരക്കാൻ പറഞ്ഞു. അയാൾ കൊടുത്തിരിക്കുന്ന അഡ്രസ്സിൽ തിരക്കിയെത്തിയ പോലീസിനും ആ അഡ്രസ്സ് വ്യാജമാണെന്ന് മനസ്സിലായി. തലേ ദിവസം അവരുടെ കൂടെ ഉണ്ടായിരുന്ന വിനോദും ഹർഭജൻ സിംഗും അവിടെ കൊടുത്ത എല്ലാ വിവരങ്ങളും പൂർണ്ണമായും കളവാണ്. 27-ാം തീയതി ഏകദേശം വൈകുന്നേരത്തോടുകൂടി ആ കാര്യം അവർക്ക് ഉറപ്പായി. വിനോദ് അയാളെ ആക്രമിച്ചിട്ട് വാശും അതുപോലെ പേഴ്സുമായി കടന്നുപോയ ആളുകൾ ഒരു കാറിലാണ് പോയതെന്ന് പോലീസിനോട് പറഞ്ഞിരുന്നു. അയാൾ ആ കാറിന്റെ നമ്പർ കൃത്യമായി നോട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ആ നമ്പർ അയാൾ പോലീസിനോട് പറഞ്ഞിരുന്നു. പോലീസ് ആ നമ്പർ തിരക്കി RTO ഓഫീസിൽ ചെന്നപ്പോൾ അത് ഒരു സ്കൂട്ടറിന്റെ നമ്പറാണെന്ന് കണ്ടു. വിനോദ് പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും കളവാണ്. തലയ്ക്ക് പരിക്കേറ്റ വിനോദ് എന്തിന് ഹോസ്പിറ്റലിലും പോലീസ് സ്റ്റേഷനിലും ആ ശൈലിയിൽ കളവ് പറയണം? 27-ാം തീയതി വൈകുന്നേരമാകുമ്പോൾ പോലീസിനെ അലട്ടുന്ന ഒരു പ്രശ്നം അതാണ്. മറ്റൊരു പ്രശ്നം നേരത്തെ മദൻ മോഹന്റെ മകനെയും മകളെയും കണ്ടില്ല എന്നുള്ള കാര്യമാണ്. 2 കേസുകളും ഈ സ്റ്റേഷനിലുണ്ട്. കുട്ടികളുടെ ഫോട്ടോ പോലീസിന് മദൻ മോഹൻ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. ആ ഫോട്ടോ ഉപയോഗിച്ചുകൊണ്ട് പോലീസിന്റെയും നേവിയുടെയും ടീം ന്യൂഡൽഹിയിലെ ആ നിരത്തിൽ ഒരു വിശദമായ അന്വേഷണം തന്നെ നടത്തി. റോഡുകൂടെ പോകുന്ന എല്ലാ ആളുകളെയും ആ ഫോട്ടോ കാണിച്ച് അവരെ കുറിച്ച് തിരക്കുന്നുണ്ട്. അങ്ങനെ വിശദമായ അന്വേഷണം നടത്തിയിട്ടും പോലീസിന് ഒരു വിവരവും കിട്ടിയില്ല. പെട്ടെന്നാണ് 2 ദിവസം കടന്നുപോയത്. ആഗസ്റ്റ് 28-ന് വൈകുന്നേരം ദില്ലി ഔട്ടർ റിംഗ് റോഡിന് സമീപത്തായി ഒരു വനപ്രദേശത്ത് കാലികളെ മേയ്ക്കാൻ വിട്ടിരുന്ന ഒരാള് അതിനെ തിരിച്ച് വിളിക്കാനായി ആ വനത്തിലേക്ക് കടന്നപ്പോൾ ഈച്ചകളുടെ ഒരു മൂളൽ അദ്ദേഹത്തിന് ശ്രദ്ധയപ്പെട്ടു. ഈച്ചയുടെ മുരൾച്ച കേട്ട് ആ മുരൾച്ച കേൾക്കുന്ന സ്ഥലത്തേക്ക് നടന്ന ധനിറാം അവിടെ ശരിക്കും ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് കണ്ടത്. ആ കാഴ്ച കണ്ട് ഞെട്ടിപ്പോയ ധനിറാം അവിടുന്ന് റോഡിലേക്ക് ഓടിയിറങ്ങി റോഡിൽ പോവുകയായിരുന്ന ആളുകളെ ആ കാര്യം അറിയിച്ചു. ധനിറാം പറഞ്ഞ കാര്യം കേട്ട് ആളുകളൊക്കെ അവിടെ ഓടിക്കൂടി. അവിടെ ഒരു പെൺകുട്ടിയുടെയും ആൺകുട്ടിയുടെയും ഡെഡ് ബോഡികളാണ് കിടക്കുന്നത്. ആ ബോഡികൾക്ക് പുറത്തായി കരിയില പറ്റിപ്പിടിച്ചിട്ടുണ്ട്. ബോഡികൾ അഴുകി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെതായ ഒരു ഗന്ധം പുറത്തേക്ക് വരുന്നുമുണ്ട്. ഈച്ച ആ കാരണത്താലാണ് ആ ബോഡികളെ പൊതിഞ്ഞിരിക്കുന്നത്. ഓടിക്കൂടിയ നാട്ടുകാർ അതുവഴി പോവുകയായിരുന്ന പട്രോൾ വാഹനം തടഞ്ഞു നിർത്തി അവരോട് കാര്യം പറഞ്ഞു. പോലീസുകാർ ഓടിയെത്തുമ്പോൾ അവരും ആ കാഴ്ച കണ്ടു. ഫോറൻസിക് വിഭാഗം ആ ബോഡികൾ പരിശോധിച്ചു തുടങ്ങിയാണ്. രാജേന്ദർ നഗറിലെ പോലീസാണ് ഇപ്പോൾ സ്ഥലത്തുള്ളത്. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിക്കുന്നതിന് മുന്നോടിയായി
ഫോറൻസിക് വിഭാഗവും സ്ഥലത്തെത്തിയിട്ടുണ്ട്. അപ്പോൾ സമയം രാത്രി 2 മണി കഴിഞ്ഞ് 15 മിനിറ്റാണ്. കൺട്രോൾ റൂമിൽ വിവരം അറിഞ്ഞതും അവർ ആ വിവരം സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിൽ കൂടി അറിയിച്ചു. ആ വിവരം കിട്ടുമ്പോഴാണ് നേരത്തെ മദൻ മോഹന്റെ മകന്റെയും മകളുടെയും മിസ്സിംഗ് കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന പോലീസുകാരുടെ ശ്രദ്ധയിൽ ഈ വാർത്ത പെടുന്നത്. ശരിക്കും ആ നിമിഷത്തിൽ ആ പോലീസുകാർക്ക് ആ 2 കേസ് തമ്മിൽ ഒരു ബന്ധമുണ്ടോ എന്ന് തോന്നലുണ്ടായി. ഉടൻ തന്നെ അവർ മദൻ മോഹനെ വിവരം അറിയിച്ചു. മദൻ മോഹനും ഭാര്യയും ആ ബോഡി കണ്ട സ്ഥലത്ത് വരുമ്പോഴേക്കും ആ ബോഡി അവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തിരുന്നു. അവരവിടെ നിന്ന് ഹോസ്പിറ്റലിലേക്ക് തിരിച്ചു. ഹോസ്പിറ്റലിൽ എത്തിയ മദൻ മോഹൻ ആ ബോഡി തിരിച്ചറിഞ്ഞു. തൻ്റെ മകന്റെയും മകളുടെയും ജീവസറ്റ ശരീരം കണ്ട മദൻ മോഹനും ഭാര്യയും ശരിക്കും അലറിക്കരയുമ്പോൾ അവരെങ്ങനെ ആശ്വസിപ്പിക്കണമെന്നറിയാത്ത ഒരവസ്ഥയിലാണ് കൂടെയുള്ള ആ നേവി ഉദ്യോഗസ്ഥർ. വിവരമറിഞ്ഞ് ഗീതയുടെ ആരാധകരും സുഹൃത്തുക്കളും അവളുടെ ക്ലാസ്മേറ്റുകളും അവരുടെ രക്ഷിതാക്കളും എന്ന് വേണ്ട ആ യുവാണി പ്രോഗ്രാം കേൾക്കുന്ന ഒത്തിരി ആളുകൾ ഹോസ്പിറ്റലിലേക്ക് ഒഴുകിയെത്തി. ഒരുപാട് ആളുകൾ ആ ബോഡി കണ്ടെടുത്ത് ആ കുന്നിൻ്റെ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ശരിക്കും ദില്ലിയിൽ ഒരു സംഘർഷ അവസ്ഥ പതുക്കെ പതുക്കെ രൂപം കൊള്ളുകയാണ്. ഭഗവാൻ ദാസ് എന്ന ഒരു വ്യക്തി അദ്ദേഹത്തിൻ്റെ സ്കൂട്ടറിൽ നോർത്ത് അവന്യൂവിലേക്ക് ആഗസ്റ്റ് 26 വൈകുന്നേരം 6:30 സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം യോഗ ആശ്രമത്തിൻ്റെ സമീപത്ത് അതിൻ്റെ ഇൻഗേറ്റിൻ്റെ അടുത്തെത്താറായപ്പോൾ അവിടെ മസ്റ്റാർഡ് നിറത്തിലുള്ള ഒരു ഫിയറ്റ് കാറ് കിടക്കുന്ന കണ്ടു. ഭഗവാൻ ദാസ് ആ കാറ് ഏകദേശം ഒരു 50 അടി മുന്നിൽ കിടക്കുന്നതായിട്ടാണ് കണ്ടത്. അദ്ദേഹം ആ കാറിലേക്ക് നോക്കാൻ ഒരു കാരണമുണ്ട്. കാറിൻ്റെ പുറകെ സീറ്റിൽ ഒരു പെൺകുട്ടിയും ഒരു ആൺകുട്ടിയും മുന്നിലിരിക്കുന്ന ആളുകളോട് മൽപ്പിടുത്തം നടത്തുന്നതാണ് അദ്ദേഹം കണ്ണാടിയിലൂടെ കണ്ടത്. ആ പയ്യൻ പുറകിലത്തെ സീറ്റിന്റെ വലതു ഭാഗത്തായിരിക്കുന്നത്. അവൻ കാർ ഓടിക്കുന്ന ആളിന്റെ തലമുടി പിടിച്ച് വലിക്കുകയാണ്. ഇടതുവശത്തിരിക്കുന്ന പെൺകുട്ടി ആ കാറിന്റെ മുൻ സീറ്റിരിക്കുന്ന ആളെ ആക്രമിക്കുകയാണ്. ആ ആക്രമിക്കുന്നതോടൊപ്പം അവരെന്തോ ശബ്ദം ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ വണ്ടിയുടെ ഗ്ലാസുകൾ ഇട്ടിരിക്കുന്നതുകൊണ്ട് എന്താണ് സംഭവമെന്ന് ഭഗവൻദാസിന് വ്യക്തമായി മനസ്സിലായില്ല. ഭഗവൻദാസ് ആ കാറിനടുത്തേക്ക് ഓടിയെത്തുമ്പോഴേക്കും ആ കാറ് സ്റ്റാർട്ട് ചെയ്ത് അവിടെ നിന്ന് മൂവ് ചെയ്തു. ആ ഫിയറ്റ് കാറിലെ ആ കുട്ടികളുടെ ആ പെരുമാറ്റത്തിൽ ഒരു അസ്വാഭാവികത തോന്നിയ ഭഗവൻദാസ് ഉടൻ തന്നെ കൺട്രോൾ റൂമിൽ വിവരം അറിയിച്ചു. അപ്പോൾ വൈകുന്നേരം സമയം 6 മണി കഴിഞ്ഞ് 44 മിനിറ്റാണ്. കൺട്രോൾ റൂമിൽ വിവരം റിപ്പോർട്ട് ചെയ്ത ഭഗവൻദാസ് അദ്ദേഹം കണ്ട കാറിന്റെ രൂപവും കാറിന്റെ നമ്പറും ഒക്കെ പറഞ്ഞു കൊടുത്തു. മസ്റ്റാർഡ് നിറത്തിലുള്ള ഒരു ഫിയറ്റ് കാറാണ്. ആ കാറിന്റെ നമ്പർ MRK 8930 ആണെന്നും ഭഗവൻദാസ് പറയുകയും ചെയ്തു. ആ കാറിനകത്ത് 4 പേരുള്ളതിൽ 2 പേർ കുട്ടികളാണെന്നും ആ കുട്ടികൾ മുന്നിലിരിക്കുന്ന ആളുകളെ ആക്രമിക്കുന്നത് കണ്ടു എന്നാണ് ഭഗവൻദാസ് റിപ്പോർട്ട് ചെയ്തിരുന്നത്. ഇതുപോലെ ഇന്ദ്രജിത്ത് എന്ന വ്യക്തി വെല്ലിംഗ്ടൺ ഹോസ്പിറ്റലിന് സമീപത്തൂടി അദ്ദേഹത്തിന്റെ സ്കൂട്ടറിൽ യാത്ര ചെയ്യുമ്പോൾ മസ്റ്റാർഡ് നിറത്തിലുള്ള ഒരു ഫിയറ്റ് കാർ കണ്ടിരുന്നു. അതിൻ്റെ അകത്ത് ഒരു ആൺകുട്ടിയും പെൺകുട്ടിയും അയാൾ കാണുകയും ചെയ്തു. ആ കുട്ടികളും മുന്നിലിരിക്കുന്ന ആളുകളുമായി ഒരു മൽപ്പിടുത്തത്തിൽ ഏർപ്പെടുകയാണ്. ആ കാഴ്ച കണ്ട ഇന്ദ്രജിത്ത് വേഗത കൂട്ടി സ്കൂട്ടർ ആ കാറിനടുത്തേക്ക് എത്തിക്കാൻ ശ്രമിച്ചെങ്കിലും കാറിനും വേഗത കൂടിയിരുന്നു. ആ സമയത്ത് കാറിന്റെ പുറകിലത്തെ കണ്ണാടിയിൽ കൂടി ആ ആൺകുട്ടി അവന്റെ ഷോൾഡർ പൊക്കി കാണിച്ച് എന്തൊക്കെയോ പറയുന്നുണ്ട്. ഷോൾഡർ മുറിഞ്ഞിട്ടുണ്ട് എന്ന് വ്യക്തവുമാണ്. ഷോൾഡർ പൊക്കി ഇന്ദ്രജിത്തിനെ കാണിച്ച ആ പയ്യൻ സഹായിക്കണമെന്ന് കൈകൂപ്പി ഇന്ദ്രജിത്തോട് പറയുകയും ചെയ്തു. ശരിക്കും അവൻ പറയുന്നത് ഗ്ലാസ് ഇട്ടിരിക്കുന്നതുകൊണ്ട് പുറത്ത് കേട്ടൂടാ. പക്ഷെ അവന്റെ ആക്ഷൻ ഒരു സഹായ അഭ്യർത്ഥനയുടെ രൂപത്തിലാണെന്ന് ഇന്ദ്രജിത്തിന് വ്യക്തമായി. അവന്റെ സമീപത്തുള്ള പെൺകുട്ടി മുൻഭാഗത്തിരിക്കുന്ന ആളുമായി ഒരു മൽപ്പിടുത്തത്തിലാണ്. ആ കാഴ്ചയും ഇന്ദ്രജിത്ത് കൃത്യമായി കണ്ടു. അത് കണ്ട ഇന്ദ്രജിത്ത് ആ കാറിനെ ഫോളോ ചെയ്യാൻ തീരുമാനിച്ച് ആ കാറിന്റെ അടുത്തേക്ക് വേഗം ഓടിയെത്തുമ്പോഴേക്കും ആ 2 വാഹനങ്ങളും ഒരു ട്രാഫിക് ഐലൻഡിലെത്തി. ട്രാഫിക് ഐലൻഡിൽ ആ കാറും സ്കൂട്ടറും എത്തിയെങ്കിലും കാറുകാരൻ അവിടെ ആ പോലീസിന്റെ സിഗ്നലിൽ മൈൻഡ് ചെയ്യാതെ അതിവേഗം ക്രോസ് ചെയ്തങ്ങ് പോയി. നമ്മുടെ ഇന്ദ്രജിത്ത് പോലീസുകാരൻ സ്റ്റോപ്പ് സിഗ്നൽ കാണിച്ചപ്പോൾ വാഹനം നിർത്തി. അയാൾ നോക്കി നിൽക്കേ ആ കാറ് വെല്ലിംഗ്ടൺ ഹോസ്പിറ്റലിന്റെ ഭാഗത്തേക്ക് അതിവേഗം അങ്ങ് പാസ് ചെയ്തു പോയി. ഇപ്പോഴത്തെ റാം മനോഹർ ലോഹ്യ ഹോസ്പിറ്റലിന്റെ ഭാഗത്തേക്ക് ട്രാഫിക് സിഗ്നൽ കിട്ടിയതും ഇന്ദ്രജിത്ത് ആ കാറിനെ അല്പദൂരം ഫോളോ ചെയ്യാൻ നോക്കിയെങ്കിലും കാറിന്റെ ഒരു വിവരവുമില്ല. 7 മണി കഴിഞ്ഞ് 5 മിനിറ്റ് ആയപ്പോൾ മന്ത്രിമാർഗ് പോലീസ് സ്റ്റേഷനിലെത്തിയ ഇന്ദ്രജിത്ത് ആ കാര്യം റിപ്പോർട്ട് ചെയ്തു. ശരിക്കും അയാൾ കണ്ട കാഴ്ച അതുപോലെ തന്നെ അയാൾ റിപ്പോർട്ട് ചെയ്യായിരുന്നു. പക്ഷേ ആ കാഴ്ച റിപ്പോർട്ട് ചെയ്യപ്പെട്ടെങ്കിലും അവിടെ ആ വിവരങ്ങൾ എഴുതിയെടുത്ത പോലീസ് ഉദ്യോഗസ്ഥർ
അത് കൺട്രോൾ റൂമിൽ അറിയിച്ചപ്പോൾ 8 മണി കഴിഞ്ഞ് 5 മിനിറ്റായി. അത് കഴിഞ്ഞ് 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ കൃത്യമായും 9 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയപ്പോഴാണ് കൺട്രോൾ റൂമിൽ നിന്ന് ആ വിവരം സമീപത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് റിപ്പോർട്ട് ചെയ്യുന്നത്. ഈ കാര്യങ്ങൾ പിറ്റേന്ന് പത്രങ്ങൾ വിശദ റിപ്പോർട്ടുകളോടുകൂടി വ്യക്തമാക്കിയതോടുകൂടി വിദ്യാർത്ഥികൾ ഒന്നടങ്കം തെരുവിലേക്ക് ഇറങ്ങി. 6 മണിക്ക് മദൻ മോഹന്റെ വീട്ടിൽ നിന്നിറങ്ങിയ ആ ആൺകുട്ടിയും പെൺകുട്ടിയും 6:30 മണിക്ക് ഒരു ഫിയറ്റ് കാറിനകത്തുണ്ടായിരുന്നു. അവർ ഓൾ ഇന്ത്യ റേഡിയോയിലേക്ക് പോകാൻ വേണ്ടി ഒരു ലിഫ്റ്റ് ചോദിച്ചു വാങ്ങി ആ കാറിനകത്ത് കയറിയതായിരിക്കും. കാറിനകത്ത് കയറിയ ആ കുട്ടികൾക്ക് അതിനകത്തുണ്ടായിരുന്ന ആളുകളുടെ ഇടപെടൽ ഇഷ്ടപ്പെടാതെ വന്നപ്പോൾ അവര് കാർ നിർത്താൻ ആവശ്യപ്പെട്ടു കാണും. പക്ഷെ ആ കുട്ടികളെ പുറത്തുവിടാൻ വിസമ്മതിച്ച ആളുകൾ ആ കുട്ടികളെ പുറത്തിറങ്ങാൻ സമ്മതിക്കാതെ വന്നപ്പോൾ ആ കുട്ടികൾ ആ കാർ ഓടിച്ച വ്യക്തിയോടും കാറിനകത്തുള്ള മറ്റു വ്യക്തിയോടും പ്രതികരിച്ചതാണ് അവിടെ ഇന്ദ്രജിത്തും അതുപോലെ ഭഗവദാസും കണ്ടത്. അവർ രണ്ടുപേരും ആ വിവരം പോലീസിന് റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ 2 കുട്ടികളും ജീവനോടെ ഉണ്ടായിരുന്നു. ആ കുട്ടികൾ കൊല്ലപ്പെട്ടിരിക്കുന്നത് പിന്നെയും മണിക്കൂറുകൾ കഴിഞ്ഞാണ്. ആ സമയത്ത് പോലീസ് ശരിക്കും ഉത്സാഹത്തോടുകൂടി ആ കേസ് അന്വേഷിച്ചിരുന്നുവെങ്കിൽ മദൻ മോഹന്റെ ആ 2 കുട്ടികളും കൊല്ലപ്പെടുമായിരുന്നില്ല. പത്രങ്ങൾ ആ കാര്യത്തെ അവലോകനം നടത്തിക്കൊണ്ട് വിശദമായ റിപ്പോർട്ടുകൾ കൊടുക്കുകയാണ്. ശരിക്കും ആ വാർത്തകളുടെ ഫലമായി ദില്ലി തെരുവ് ഏതാണ്ട് കത്തി തുടങ്ങിയാണ്. കോൺഗ്രസ് പ്രതിപക്ഷത്തിരിക്കുന്ന ഘട്ടമാണ്. എല്ലാ മേഖലയിലും ജനതാ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾക്കെതിരായിട്ടുള്ള ഒരു വികാരം വളരെ വളരെ സജീവമായി നിൽക്കുമ്പോഴാണ് ഗീതയുടെയും സഞ്ജയിന്റെയും അതിദാരുണമായ കൊലപാതകത്തെക്കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വരുന്നത്. 28-ാം തീയതി വൈകുന്നേരത്തോടു കൂടിയാണ് അവിടെ ആ കാട്ടിനകത്ത് നിന്ന് ഗീതയുടെയും അനുജന്റെയും ബോഡി കിട്ടുന്നത്. 29-ാം തീയതി ആയിരുന്നു പോസ്റ്റ്മോർട്ടം. ഡോക്ടർ ഭരത്താണ് ബോഡികൾ പോസ്റ്റ്മോർട്ടം ചെയ്തത്. ഉച്ചയ്ക്ക് 12:30 ആരംഭിച്ച പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തീകരിച്ചതും അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് അന്വേഷണ സംഘത്തിന് കൈമാറി. വളരെ മൂർച്ചയുള്ള ഏതോ കത്തി ഉപയോഗിച്ചാണ് ഗീതയും അതുപോലെ സഞ്ജയിനെയും ആക്രമിച്ചിരിക്കുന്നത്. അവരുടെ 2 പേരുടെ മുഖം ശരിക്കും കരിവാളിച്ചിട്ടുണ്ടായിരുന്നു. അവരുടെ ബോഡി അഴുകി തുടങ്ങിയിരുന്നു. അതിന്റെ അർത്ഥം ആ ബോഡി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന സമയത്ത് അവർ കൊല്ലപ്പെട്ടിട്ട് ഏകദേശം ഒരു 48 മണിക്കൂറെങ്കിലും കഴിഞ്ഞു കാണുമെന്നാണ്. വളരെ സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യം ഡോക്ടർ ഭഗത് ആ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. ഗീതയും സഞ്ജയും കൊല്ലപ്പെട്ടിരിക്കുന്നത് 2 വ്യത്യസ്ത സമയങ്ങളിലാണ്. 2 പേരുടെയും മരണം തമ്മിൽ 4 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട്. ആദ്യം കൊല്ലപ്പെട്ടിരിക്കുന്നത് സഞ്ജയാണ്. 2 പേരുടെയും ബോഡിയിൽ ഒത്തിരിയേറെ മുറിവുകളുണ്ട്. ശരിക്കും ആഴമുള്ള ആ മുറിവുകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ആയുധത്തെക്കുറിച്ചും ഡോക്ടർ ഭഗത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. കൃപാൺ പോലുള്ള ആയുധം ഉപയോഗിച്ചായിരിക്കണം ആ മുറിവുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. പോലീസിന് വളരെ വളരെ നിർണായകമായ ഒരു വിവരമാണ് ആ റിപ്പോർട്ടിൽ നിന്ന് കിട്ടുന്നത്. കൃപാൺ ഉപയോഗിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോൾ ആ കൊലപാതകങ്ങൾ നടത്തിയിരിക്കുന്ന ആളുകൾക്ക് സിഖ് സമുദായവുമായി ബന്ധമുണ്ടെന്നാണ്. സിഖ് സമുദായത്തിലെ ആളുകളുടെ ഒരു മത ചിഹ്നം പോലെ അവർ കൊണ്ടു നടക്കുന്നതാണ് കൃപാൺ എന്ന് പറയുന്ന ആ ആയുധം. മറ്റൊരു കാര്യം പോലീസ് തുടക്കത്തിലെ നോട്ട് ചെയ്തിരുന്നു. ഈ 2 കുട്ടികളുടെയും ബോഡിയിൽ അല്പസ്വല്പം ആഭരണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആ ആഭരണങ്ങൾ അതുപോലെ തന്നെ ആ ബോഡിയിൽ ഉണ്ടായിരുന്നു. മോഷണമായിരുന്നില്ല കൊലപാതകത്തിന്റെ പിന്നിലെ ലക്ഷ്യം. മറ്റൊരു കാര്യം, ആ പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെട്ടു എന്നുള്ള കാര്യമാണ്. അനുജനെ കൊലപ്പെടുത്തിയതിനു ശേഷം മൂത്ത പെൺകുട്ടിയെ റേപ്പ് ചെയ്ത് കൊലപ്പെടുത്തിയിരിക്കുകയാണ്. അക്കാര്യം ഡോക്ടർ ഭഗത് അങ്ങനെ തന്നെ സൂചിപ്പിച്ചു. ഈ റിപ്പോർട്ടുകളൊക്കെ പത്രത്തിൽ വന്നതും പോലീസിനെ ഒരു ഡോക്ടർ നന്ദ സമീപിച്ചു. അദ്ദേഹം വളരെ വളരെ നിർണായകമായ ഒരു ഇൻഫർമേഷനുമായിട്ടാണ് പോലീസിന് അടുത്തെത്തിയത്. ഈ സംഭവ ദിവസം വൈകുന്നേരം 6 മണി കഴിഞ്ഞ് 10 മിനിറ്റ് ആയപ്പോൾ അദ്ദേഹത്തിൻ്റെ വാഹനത്തിന് ഈ കുട്ടികൾ കൈ കാണിച്ചിരുന്നു. മഴ പെയ്യുന്ന സമയമാണ്. അതുകൊണ്ട് കാർ നിർത്തിയ അദ്ദേഹം ആ കുട്ടികളെ വാഹനത്തിലേക്ക് കയറ്റുകയും ജീസസ് മേരി സ്കൂളിൻ്റെ മുൻവശത്ത് അവരെ ഡ്രോപ്പ് ചെയ്യുകയും ചെയ്തു. അദ്ദേഹത്തിന് അവിടെ നിന്ന് തിരിഞ്ഞു പോകേണ്ടുള്ളത് കൊണ്ടാണ് അദ്ദേഹം ആ കുട്ടികളെ അവിടെ ഇറക്കിയത്. അവിടെ നിന്ന് അധിക ദൂരമില്ല ഓൾ ഇന്ത്യ റേഡിയോയിലേക്ക്. പക്ഷെ അപ്പോഴും മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഡോക്ടർ നന്ദ പറഞ്ഞ ആ കാര്യം പത്രങ്ങളിൽ റിപ്പോർട്ടായി വന്നു. സ്വാഭാവികമായിട്ട് പത്രത്തിൽ ആ കാര്യം റിപ്പോർട്ട് ചെയ്ത ലേഖകർ ഒരു കാര്യം കൂടി സൂചിപ്പിച്ചിരുന്നു. മഴ പെയ്യുന്നതുകൊണ്ട് ആ സ്കൂളിൻ്റെ മുന്നിൽ നിന്ന് ആ കുട്ടികൾ വീണ്ടും ഏതെങ്കിലും കാറിന് കൈ കാണിച്ച് ലിഫ്റ്റ് വാങ്ങിച്ചായിരിക്കണം ഓൾ ഇന്ത്യ റേഡിയോയിലേക്ക് പോകാൻ ശ്രമിച്ചത്. ഓഗസ്റ്റ് 28-ന് വൈകുന്നേരമാണ് കുട്ടികളുടെ ബോഡി കാണുന്നത്. ആ വാർത്ത പത്രങ്ങളിൽ റിപ്പോർട്ട് ചെയ്യുന്നത് ഓഗസ്റ്റ് 30-നാണ്. ഓഗസ്റ്റ് 30-നും 31-നും ആ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴാണ് ഇന്ദ്രജിത്തിൻ്റെയും അതുപോലെ ഭഗവദാസിൻ്റെയും ആ സാക്ഷിമൊഴികൾ കൂടി പത്രങ്ങൾ കോട്ട് ചെയ്യുന്നത്.
ഇപ്പോൾ ഒരു കാര്യം വ്യക്തമാണ്, ആ കുട്ടികൾ കൈ കാണിച്ച് ലിഫ്റ്റ് ചോദിച്ചു വാങ്ങിച്ച് അകത്തേക്ക് കയറിയ ആ ഫിയറ്റ് കാറിലെ ആളുകളാണ് അവരെ അപകടപ്പെടുത്തിയിരിക്കുന്നത്. ഫിയറ്റ് കാറിനെ കുറിച്ചുള്ള വിശദമായ വിവരം പത്രങ്ങളിൽ നന്നായി കൊടുത്തിട്ടുമുണ്ട്. അതൊരു മസ്റ്റാർഡ് നിറത്തിലുള്ള ഫിയറ്റ് കാറാണെന്നുള്ള കാര്യം ആവർത്തിച്ച് പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആഗസ്റ്റ് 31 രാവിലെ 7 മണിക്ക് പോലീസ് സ്റ്റേഷനിൽ ഒരാള് അദ്ദേഹത്തിന്റെ മനസ്സിലുള്ള ഒരു സംശയവുമായി എത്തി. രാവിലെ 7 മണിക്ക് കൺട്രോൾ റൂമിലേക്ക് എത്തിയിരിക്കുന്നത് ഒരു OP ശർമ്മയാണ്. അദ്ദേഹം മജ്ലിസ് പാർക്ക് അസോസിയേഷന്റെ സെക്രട്ടറിയാണ്. അദ്ദേഹം താമസിക്കുന്ന ആ സ്ഥലത്ത് ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ ഒരു ഫിയറ്റ് കാർ കിടപ്പുണ്ട്. പത്രങ്ങളിൽ സൂചിപ്പിക്കുന്ന കളർ കോമ്പിനേഷനുള്ള ഒരു ഫിയറ്റ് കാറാണ് കിടക്കുന്നത്. OP ശർമ്മയോട് ആ വിവരം പറഞ്ഞത് നേരത്തെ ആ അസോസിയേഷന്റെ സെക്രട്ടറി ആയിരുന്ന ഒരു ഈശ്വർ ശർമ്മയാണ്. 2 ദിവസമായിട്ട് ആ കാർ അവിടെ കിടക്കുകയാണ്. ആ കാർ അവിടെ കിടക്കുമ്പോഴും പത്രങ്ങളിൽ കാറിനെ കുറിച്ചുള്ള വാർത്തകൾ വന്നിരുന്നു. അപ്പോഴൊന്നും അവർക്ക് സംശയം തോന്നാത്തത് കാറിന്റെ നമ്പർ പ്ലേറ്റ് ആണ്. പത്രങ്ങളിൽ വരുന്ന നമ്പറും കാറിന്റെ നമ്പറും വെവ്വേറെയാണ്. പക്ഷേ 2 ദിവസമായിട്ട് ആ കാറ് ആരും എടുക്കുന്നില്ല. OP ശർമ്മയും ഈശ്വർ ശർമ്മയും കൂടി ആ കാറിനടുത്തെത്തി ആ കാറിന്റെ ചുറ്റും ഒന്ന് നടന്നപ്പോൾ ആ കാർ നന്നായി കഴുകി വൃത്തിയാക്കി ഇട്ടിരിക്കുന്നത് പോലെ അവർക്ക് തോന്നി. അത് അവരുടെ സംശയം വർദ്ധിപ്പിച്ചതുകൊണ്ടാണ് OP ശർമ്മ അതിരാവിലെ കൺട്രോൾ റൂമിലെത്തി വിവരം റിപ്പോർട്ട് ചെയ്തത്. വിവരം അറിഞ്ഞതും പോലീസ് സംഘം ഫോറൻസിക് വിഭാഗത്തോടൊപ്പം സംഭവ സ്ഥലത്തെത്തി. അവിടെ ആ മസ്റ്റാർഡ് നിറത്തിലുള്ള ഒരു ഫിയറ്റ് കാർ കിടപ്പുണ്ട്. നല്ല വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട് ആ കാർ. ആ കാറിന്റെ നമ്പർ DHD 7034 എന്നാണ്. നേരത്തെ ഇന്ദ്രജിത്തും അതുപോലെ ഭഗവൻദാസും റിപ്പോർട്ട് ചെയ്ത നമ്പർ അല്ല അതിലുള്ളത്. കാറിന്റെ പുറം ഭാഗം കഴുകി വൃത്തിയാക്കിയിരിക്കുകയാണ്. അതിൽ ഒരു സംശയം തോന്നിയ ഫോറൻസിക് വിഭാഗം വളരെ ശ്രദ്ധാപൂർവമാണ് ആ കാർ തുറന്ന് പരിശോധന ആരംഭിച്ചത്. കാറിന്റെ അകത്തേക്ക് നോക്കിയ മാത്രമേ തന്നെ അകത്ത് ഒരു വൃത്തിയാക്കൽ ശ്രമം നടന്നതിന്റെ എല്ലാ ലക്ഷണങ്ങളും ഫോറൻസിക്കിന്റെ ചുമതല വഹിക്കുന്ന ഡോക്ടർ ഗുപ്ത കണ്ടു. അദ്ദേഹം ഡ്രൈവറുടെ സീറ്റിന്റെ ആ ഭാഗം ഒന്ന് പരിശോധിച്ചു. ഡ്രൈവറുടെ കാൽപാദം പതിയുന്ന സ്ഥലത്ത് ഒരു ചെറിയ മാറ്റുണ്ട്. ആ മാറ്റിൽ രോമങ്ങൾ പറ്റിയിരിപ്പുണ്ട്. അതോടൊപ്പം മണ്ണുമുണ്ട്. ആ മണ്ണ് അവിടെ നിന്ന് ശേഖരിച്ചത് ഡോക്ടർ RP സിംഗ് ആണ്. ആ മണ്ണ് വളരെ ശ്രദ്ധിച്ചാണ് അതിനകത്ത് നിന്ന് ശേഖരിക്കുന്നത്. ആ മണ്ണ് ശേഖരിച്ച RP സിംഗ് ആ മണ്ണ് ആ കുട്ടികളുടെ ബോഡി കിട്ടിയ സ്ഥലവുമായി കണക്റ്റഡ് ആക്കാൻ വേണ്ടി അവിടെയുള്ള മണ്ണുമായി കമ്പയർ ചെയ്യുന്ന പ്രക്രിയയിലേക്ക് കടന്നു. ഇതേ സമയത്ത് ഗുപ്ത ആ വാഹനത്തിനകം സൂക്ഷ്മമായ പരിശോധനയ്ക്ക് വിധേയമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ വാഹനത്തിനകത്തുനിന്ന് പാം പ്രിന്റുകളും ഫിംഗർ പ്രിന്റുകളും ഒക്കെ ഡോക്ടർ ഗുപ്തയും ടീമും ശേഖരിച്ചു. ആ വാഹനത്തിന്റെ ഡിക്കിക്കകത്ത് രസകരമായ കുറേയേറെ കാര്യങ്ങളുണ്ട്. കൃപാൺ പോലുള്ള ആയുധങ്ങളും അതോടൊപ്പം നമ്പർ പ്ലേറ്റുകളും കാണുകയാണ്. നമ്പർ പ്ലേറ്റ് കണ്ടതും പോലീസിന് കഥ മനസ്സിലായി. വ്യാജ നമ്പർ പ്ലേറ്റുകൾ ഉപയോഗിച്ച് ആ വാഹനം ഓടിക്കുന്ന ഒരു പതിവ് ആ വാഹനം ഓടിക്കുന്ന വ്യക്തിക്കോ അല്ലെങ്കിൽ വ്യക്തികൾക്കോ ഉണ്ടായിരുന്നു. അകത്തുനിന്ന് വേറെയും തെളിവുകൾ പോലീസ് ശേഖരിച്ചു. അനവധി മുടിനാരി ഇഴകളും അതോടൊപ്പം രക്തത്തിന്റെ ഒരുപാട് സാമ്പിളുകളും. രക്തം ആ കാറിനകത്ത് പല ഭാഗത്തും തെറിച്ചിട്ടുണ്ട്. കാർ കഴുകി വൃത്തിയാക്കാൻ ശ്രമിച്ച വ്യക്തികൾക്ക് ആ രക്തക്കറ കഴുകിക്കളയാൻ പറ്റിയിട്ടില്ല. ആരാണ് ആ കാറിന്റെ ഉടമ? ആ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് കടന്നു. പോലീസ് അന്വേഷിച്ചെത്തിയത് അശോക് എന്ന ആളുടെ വീട്ടിലാണ്. അയാളുടെ കാറ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പാർക്ക് ചെയ്ത സ്ഥലത്തുനിന്ന് കാണാതെ പോയതിന്റെ പരാതി അയാളുടെ സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. അശോകിന്റെ കാറ് മോഷ്ടിച്ചുകൊണ്ടുപോയ മോഷ്ടാക്കളാണ് അപ്പോൾ ആ പിള്ളേരെ തട്ടിക്കൊണ്ടുപോയി കൊല നടത്തിയിരിക്കുന്നത്. ഇപ്പൊ പോലീസിന് ഏകദേശം ഒരു കഥ കിട്ടിയിട്ടുണ്ട്. ഇത്രയും കാര്യങ്ങൾ പത്രങ്ങൾ പ്രസിദ്ധീകരിച്ചു വന്നപ്പോഴാണ് മന്ത്രമാർഗ സ്റ്റേഷനിൽ രാത്രി ഉണ്ടായിരുന്ന വിനോദിലേക്കും ഹർഭജൻ സിംഗിലേക്കും അവിടെയുള്ള ഒരു പോലീസുകാരന് സംശയം തോന്നുന്നത്. അയാൾ വഴി ആ വിവരം പതുക്കെ പത്രങ്ങളിൽ അറിയുകയും ചെയ്തു. പത്രങ്ങൾ ആ വാർത്ത ശരിക്കൊരു കോളക്കം ഉണ്ടാക്കുന്ന ശൈലിയിൽ അവതരിപ്പിച്ചു. മദൻ മോഹന്റെ മക്കളെ 2 പേരെയും കൊലപ്പെടുത്തിയ ആളുകളെ പോലീസ് പിടികൂടിയിരുന്നു. എന്നിട്ടും പോലീസ് അവരെ ആ രാത്രിയിൽ വിടുകയായിരുന്നു. അമ്പരപ്പിക്കുന്ന ആ കഥയാണ് ശരിക്കും ഒരു ബ്രേക്കിംഗ് ന്യൂസായി പത്രങ്ങൾ കൊടുത്തത്. സ്വാഭാവികമായിട്ടും ഹയർ ഓഫീഷ്യൽസ് ആ വിഷയത്തിൽ തകൃതിയായി ഇടപെട്ടു. അതിവേഗമാണ് അവിടെ ഉണ്ടായിരുന്ന വിനോദിന്റെയും ഹർഭജന്റെയും ചിത്രങ്ങൾ വരയ്ക്കപ്പെട്ടത്. ശരിക്കും ആ 2 ആളുകളെയും ഒരുപാട് നേരം ചോദ്യം ചെയ്ത വ്യക്തികളിൽ ഒരാൾ സാക്ഷാൽ സ്റ്റേഷൻ ഹൗസ് ഓഫീസറാണ്. അയാൾക്ക് ആ മുഖം നല്ല ഓർമ്മയുണ്ട്.
ഒരുപാട് സംശയം അയാൾക്ക് അവരെക്കുറിച്ച് ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ രാത്രി ഏകദേശം 1:45 അയാൾ അവരെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടതാണ്. അവരെ പിടിച്ചു നിർത്താൻ പറ്റിയ കാരണങ്ങളൊന്നും അപ്പോൾ അയാളുടെ കൈവശം ഉണ്ടായിരുന്നില്ല. പക്ഷെ പത്രങ്ങൾ ആ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുമ്പോൾ ആ ഭാഗത്തല്ല ഊന്നൽ. കയ്യിൽ കിട്ടിയ പ്രതികളെ ജീവനോടെ രക്ഷപ്പെടാൻ അനുവദിച്ചു എന്നുള്ള ശൈലിയിലായി പത്രങ്ങളുടെ വാർത്തകൾ. സർക്കാരിന്റെ മുകളിൽ വൻ പ്രഷർ വരികയാണ്. പോലീസിന് മുകളിൽ ശരിക്കും പ്രഷർ വരുമ്പോഴാണ് ആ വരയ്ക്കപ്പെട്ട രണ്ടുപേരുടെ ചിത്രങ്ങൾ പോലീസ് കൺട്രോൾ റൂം വഴി എല്ലാ സ്റ്റേഷനിലേക്ക് എത്തുന്നത്. ആ ചിത്രങ്ങൾ കണ്ട പല പോലീസ് സ്റ്റേഷനിൽ നിന്നും ഉടൻ തന്നെ അതിൻ്റെ റിഫ്ലക്ഷൻ ഉണ്ടായി. അറിയപ്പെടുന്ന 2 ക്രിമിനലുകളുടെ ചിത്രങ്ങളാണ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുന്നത്. ആ 2 ക്രിമിനലുകളുമായി ബന്ധപ്പെട്ട് കേസുകൾ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ ഒറിജിനൽ ഫോട്ടോകൾ സ്റ്റേഷനിലുണ്ട്. ഉടൻ തന്നെ ആ ഫോട്ടോകൾ അധികാരികൾ പത്രങ്ങൾക്ക് റിലീസ് ചെയ്തു. പിറ്റേ ദിവസം പത്രങ്ങളിൽ ആ വാർത്ത പ്രിന്റ് ചെയ്ത് വന്നു. മദൻ മോഹന്റെ മകനെയും മകളെയും കൊലപ്പെടുത്തിയത് ഇവരായിരിക്കും എന്നുള്ള ശൈലിയിൽ പത്രങ്ങളിൽ വാർത്ത വരികയും വൻ ഹെഡിങ്ങോടുകൂടി അതൊരു ന്യൂസ് ആവുകയും ചെയ്തു. വാണ്ടഡ് എന്നുള്ള ആ ഹെഡിങ് എല്ലാ സ്ഥലത്തേക്കും വ്യാപിക്കുകയാണ്. ദില്ലിയിൽ മാത്രമല്ല, ഉത്തർപ്രദേശിലേക്കും ഹരിയാനയിലേക്കും സമീപ സ്ഥലങ്ങളിലേക്കൊക്കെ ആ വാർത്ത പരക്കുകയാണ്. സർക്കാരിന് മുകളിലുള്ള പ്രതിപക്ഷത്തിന്റെ പ്രഷറും അനുനിമിഷം കൂടി വരികയാണ്. ഇന്ദിരാഗാന്ധി വളരെ ശക്തമായിട്ട് തന്നെ ആ വിഷയത്തെ അപലപിച്ചുകൊണ്ട് ഗവൺമെന്റിനെ ചോദിച്ചു തുടങ്ങി. ഈ സമയത്ത് മന്ത്രിസഭയുടെ ഭാഗമാണ് AB വാജ്പേയി. AB വാജ്പേയിയെ നാട്ടുകാർ ചെരുപ്പെറിയുന്നതൊക്കെ ഈ സമയത്താണ്. ജനതാ സർക്കാരിന്റെ ഭാഗമായ ആർക്കും തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ കഴിയാത്ത ശൈലിയിൽ ജനരോഷം അണപൊട്ടി ഒഴുകുകയാണ്. ആളുകൾക്ക് ഒരുപാട് ഇഷ്ടമുണ്ടായിരുന്ന യുവവാണി പ്രോഗ്രാം അവതരിപ്പിക്കുന്ന കുട്ടിയായിരുന്നു ഗീത. ഗീത ശരിക്കും ഒരു സെൻസേഷനായിരുന്നു. ഇന്നത്തെ പോലെ വിവിധ മാധ്യമങ്ങളൊന്നും അന്നില്ല. പത്രവും പിന്നെ റേഡിയോയും ഉള്ളൂ. റേഡിയോയിലെ യുവവാണി എല്ലാ സ്റ്റേറ്റുകളിലും ജനപ്രിയത ഉള്ള പരിപാടിയാണ്. ആ പരിപാടിയിൽ സജീവമായി പങ്കെടുക്കുന്ന ഗീത അതുകൊണ്ട് തന്നെ എല്ലാവരും ശ്രദ്ധിക്കുന്ന ഒരു കുട്ടിയാണ്. ആ കുട്ടിയാണ് അതിദാരുണമായി കൊല ചെയ്യപ്പെട്ടിരിക്കുന്നത്. അതും ക്രൂരമായി റേപ്പ് ചെയ്തു. ജനങ്ങളുടെ രോഷം പൊട്ടി ഒഴുകാൻ പിന്നെ കാരണമൊന്നും വേണ്ടല്ലോ. സകല പത്രങ്ങളിലും ഈ 2 കൊലപാതകളുടെ ചിത്രങ്ങളും അവരുടെ പേരുൾപ്പെടെ പ്രിന്റ് ചെയ്ത് വന്നിരിക്കുകയാണ്. എല്ലാ മേഖലയിലും പോലീസ് ഇങ്ങനെ അരിച്ചു പറക്കുന്നതിനിടയിൽ സെപ്റ്റംബർ 8 കൽക്കമയിൽ ആഗ്ര സിറ്റി റെയിൽവേ സ്റ്റേഷനിലേക്ക് സമീപിക്കുകയാണ്. അതിന് സമീപത്തുള്ള ജമുന പാലത്തിന് അടുത്തെത്തിയതും ട്രെയിന് ഒന്ന് സ്ലോ ആയി. ആ പാലത്തിലൂടെ ആ സമയത്ത് ട്രെയിൻ വളരെ സാവധാനമാണ് കടന്നു പോവുക. ആ ട്രെയിൻ ഒന്ന് സ്ലോ ആയതും ആ ട്രെയിനിലേക്ക് 2 ആളുകൾ ചാടിക്കേറി. അവർ ചാടിക്കേറിയത് പട്ടാളക്കാരുടെ ഒരു ബോഗിയിലേക്കാണ്. ആ ബോഗിയിലേക്ക് ആ 2 ആളുകൾ കയറിയപ്പോൾ അതിനകത്തുണ്ടായിരുന്ന പട്ടാളക്കാർ അവരോട് പറഞ്ഞു, ഹേയ്, ഇത് സൈനികരുടെ ബോഗിയാണ്, ഇതിനകത്തേക്ക് നിങ്ങൾക്ക് കയറാൻ പറ്റില്ല. അതിന് അകത്തേക്ക് കയറിയ ആളുകൾ മറുപടിയും പറഞ്ഞു, ഹലോ, ഞങ്ങൾ സൈനികരാണ്. അങ്ങനെ അവർ പറഞ്ഞപ്പോൾ അവരോട് സംസാരിച്ച സൈനികന് ഒരു സംശയം. അദ്ദേഹം ഒരു ലാൻസ് നായിക്കാണ്. അയാള് അവരോട് ചോദിച്ചു, നിങ്ങൾ സൈന്യത്തിന്റെ ഏത് വിഭാഗത്തിലാണ് ഉള്ളത്? അവന്മാര് പെട്ടെന്ന് ആ ചോദ്യം കേട്ടപ്പോൾ ഒരു ഉത്തരം പറഞ്ഞു. ആ ഉത്തരം ആ ലാൻസ് നായിക്കിനെ ശരിക്കൊന്ന് അമ്പരപ്പിച്ചു. ആർമിയുമായി ബന്ധമുള്ള ഒരാളും പറയുന്ന ഒരു മറുപടിയല്ല അവന്മാർ പറഞ്ഞത്. ലാൻസ് നായിക്കിനൊപ്പം ഉണ്ടായിരുന്ന സുഹൃത്തുക്കളും കൂടി പെട്ടെന്ന് ആ 2 പേരുടെ അടുത്തേക്ക് വന്നു. ഏയ്, നിങ്ങൾ ആർമിയിൽ എവിടെ നിന്നാ പറഞ്ഞേ? അവർ പെട്ടെന്ന് നേരത്തെ പറഞ്ഞ് തെറ്റിപ്പോയെന്ന് മനസ്സിലായി മറ്റൊരു സ്ഥലം പറഞ്ഞു. അത് യഥാർത്ഥത്തിൽ ഒരു സൈനിക കേന്ദ്രമാണ്. ആ കമ്പാർട്ട്മെന്റിന്റെ വാതിലിന്റെ ഭാഗത്ത് ആ ലാൻസ് നായിക്കും സുഹൃത്തുക്കളും ചേർന്ന് അവിടേക്ക് വന്ന ആ 2 ആളുകളെ അങ്ങനെ ചോദ്യം ചെയ്യുമ്പോൾ ആ ചോദ്യം ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം ഒരു 10 അടി മാറി ആ കമ്പാർട്ട്മെന്റിനകത്ത് ഒരു സൈനികൻ പത്രം വായിച്ചുകൊണ്ടിരിക്കുകയാണ്. നവയുഗ് എന്ന പത്രമാണ് അയാൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. ആ പത്രത്തിലെ ഒരു വാർത്തയിൽ അയാളുടെ കണ്ണുടക്കി നിൽക്കുകയായിരുന്നു. ആ വാർത്തയുടെ ഭാഗമായി 2 ആളുകളുടെ ഫോട്ടോയും അവരുടെ പേരുകളൊക്കെ അതിനകത്ത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്. ആ വാർത്തയും വായിച്ച് ആ ഫോട്ടോയിലേക്ക് ആ ആള് നോക്കുമ്പോഴാണ് ലാൻസ് നായിക്കും കൂട്ടരും 2 ആളുകളെ തടഞ്ഞു നിർത്തി സംസാരിക്കുന്നത് അയാളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അയാൾ പെട്ടെന്ന് കൗതുകത്തോടെ മുഖമുയർത്തി ആ ആളുകളെ നോക്കി. ആ ആളുകളെ നോക്കി അയാൾ ശരിക്കും ഒന്ന് സ്റ്റക്കായി പോവുകയാണ്. അയാൾ ഞെട്ടി അക്ഷരാർത്ഥത്തിൽ. അയാൾ പെട്ടെന്ന് വീണ്ടും പത്രത്തിലെ ആ ഫോട്ടോയിലേക്ക് നോക്കി. പത്രത്തിൽ കാണുന്ന ആ ഫോട്ടോകളുള്ള ആളുകളും അവിടെ ആ പട്ടാളക്കാർ വളഞ്ഞു വെച്ചിരിക്കുന്ന ആളുകൾക്കും തമ്മിൽ നല്ല സാമ്യമുണ്ട്. ആ പട്ടാളക്കാരൻ പെട്ടെന്ന് പത്രവുമായി ചാടി എണീറ്റ് ആ ലാൻസ് നായിക്കും ടീമും നിൽക്കുന്ന ഭാഗത്തേക്ക് വന്നു. അയാൾ ആ പത്രം ഉയർത്തി കാണിച്ചുകൊണ്ട് അവിടെ നിൽക്കുന്ന ആളുകളോട് പറഞ്ഞു, ഇത് കണ്ടോ നിങ്ങൾ? ആ പത്രത്തിലേക്ക് ആളുകൾ നോക്കുമ്പോൾ ആ പട്ടാള ബോഗിക്ക് അകത്തേക്ക് കയറിയ ആ ആളുകളും ആ വാർത്ത കണ്ടു. അവന്മാർക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമ്പോൾ കൂടെയുള്ള പട്ടാളക്കാർ അവരെ ആഞ്ഞങ്ങ് പിടിച്ചു. അവരെ വലിച്ച്
ബോഗിക്ക് അകത്തേക്ക് കൊണ്ടുവന്നു. അവരെ പട്ടാളക്കാർ ഉടൻ തന്നെ അവിടെ കൈവശമുണ്ടായിരുന്ന കയറുകൊണ്ട് ആ ബോഗിയിൽ ബന്ധിച്ചു. വിവരമറിഞ്ഞ് ആ ബോഗിയുടെ എല്ലാ ഭാഗത്തുണ്ടായിരുന്ന ആളുകൾ ഓടി അവിടേക്ക് വന്നു. എല്ലാവരും അത്ഭുതത്തോടെ അവരെ നോക്കുകയാണ്. നവയുഗ് പത്രത്തിൽ ആ രണ്ടാളുകളുടെ ഫോട്ടോയ്ക്ക് താഴെ അവരുടെ പേര് കൊടുത്തിട്ടുണ്ട്. ഒരാളുടെ പേര് ജസ്ബീർ സിംഗ് രംഗ എന്നാണ്, മറ്റേയാളുടെ പേര് കുൽജിത് സിംഗ് ബില്ല എന്നാണ്. രംഗ, ബില്ല എന്ന പേരുകൾ ആ ദിവസങ്ങളിൽ ഇന്ത്യ മുഴുവൻ അലയടിക്കുകയാണ്. കേരളത്തിൽ എല്ലാ മലയാള പത്രങ്ങളും എല്ലാ ദിവസവും പ്രസിദ്ധീകരിക്കുന്നത് രംഗയുടെയും ബില്ലയുടെയും കഥയുമായിട്ടാണ്. ആ സമയത്താണ് ആഗ്രയിലേക്ക് സമീപിച്ചുകൊണ്ടിരിക്കുന്ന ആ ട്രെയിനകത്ത് അതേ രംഗയും ബില്ലയും സൈനികർ ആ ബോഗിക്കുള്ളിൽ കെട്ടിയിട്ടത്. പിറ്റേന്ന് രാവിലെ, അതായത് സെപ്റ്റംബർ 9 രാവിലെ 3 മണിക്കാണ് ദില്ലി സെൻട്രൽ റെയിൽവേ സ്റ്റേഷനിൽ ആ ട്രെയിൻ എത്തിയത്. ആ ട്രെയിന് എത്തുമ്പോൾ നമ്മുടെ സൈനികർ ആ ബില്ലയും രംഗയും കെട്ടുകൾ അഴിച്ച് അവരുടെ കൂട്ടത്തിൽ പുറത്തേക്ക് കൊണ്ടുവന്നു. ആ സമയത്ത് സ്റ്റേഷനിൽ അധികം ആളുകളൊന്നുമില്ല. രാവിലെ 3 മണിയാണല്ലോ. അവിടെ പക്ഷേ റെയിൽവേ പ്രൊട്ടക്ഷൻ പോലീസ് ഉണ്ട്. ആ സ്റ്റേഷനിലെ പോലീസിന് ആ പട്ടാളക്കാർ രംഗയും ബില്ലയും ഹാൻഡ് ഓവർ ചെയ്യും. സർക്കാർ രംഗയും ബില്ലയും കുറിച്ചുള്ള ഏതെങ്കിലും വിവരം നൽകുന്ന ആളുകൾക്ക് 2000 രൂപ ഇനാം പ്രഖ്യാപിച്ചിരിക്കുന്ന സമയമാണ്. ആ പട്ടാളക്കാരെല്ലാവരും കൂടിയാണ് രംഗയും ബില്ലയും പിടികൂടിയിരിക്കുന്നത്. സൈനികരെ സംബന്ധിച്ചിടത്തോളം അതൊരു രസമുള്ള അനുഭവമാണ്. പെട്ടെന്ന് തന്നെ ആ റെയിൽവേ സ്റ്റേഷനിലുള്ള മറ്റാളുകളൊക്കെ വിവരമറിഞ്ഞു. സകലരും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന ബില്ലയും രംഗയും പിടിയിലായി എന്ന വാർത്ത പെട്ടെന്നാണ് പരക്കുന്നത്. നേരം പുലരുമ്പോഴേക്കും ആ വാർത്ത ഓൾ ഇന്ത്യ റേഡിയോ വഴി എല്ലാവരും അറിഞ്ഞു. ബില്ലയുടെയും രംഗയുടെയും കയ്യിൽ പിടിക്കപ്പെടുന്ന സമയത്ത് ബാഗുകൾ ഉണ്ടായിരുന്നു. ആ ബാഗുകൾ ഉൾപ്പെടെ അവരെ റെയിൽവേ പോലീസ് DIGക്ക് ഹാൻഡ് ഓവർ ചെയ്തു. ബില്ലയുടെയും രംഗയുടെയും ബാഗ് പരിശോധിച്ച പോലീസിന് അതിനകത്തുനിന്ന് കൃപാൺ കിട്ടി. അതുപോലെ തന്നെ ആ ബാഗിനകത്തുണ്ടായിരുന്ന ചില വസ്ത്രങ്ങളിൽ രക്തം പുരണ്ടിരിക്കുന്നതും പോലീസിന് കാണാൻ പറ്റി. അവര് ഉപയോഗിച്ചിരുന്ന വസ്ത്രം രക്തം കഴുകിക്കളഞ്ഞിട്ടും പോകാതെ പറ്റിപ്പിടിച്ചിരിക്കുകയാണ്. പോലീസ് ചോദ്യം ചെയ്തതോടുകൂടി പതുക്കെ ബില്ലയും രംഗയും കഥ പറഞ്ഞു തുടങ്ങി. ബില്ലയും രംഗയും ശരിക്കും സീസൺഡ് ക്രിമിനലുകളാണ്. അവർ രണ്ടുപേരും ഒരു ക്രിമിനൽ കേസിൽ പെട്ട് നിൽക്കുമ്പോഴാണ് ദില്ലിയിലേക്ക് വരുന്നത്. ദില്ലിയിലെത്തിയ അവർ അശോകിന്റെ കാറ് അയാൾ അറിയാതെ അടിച്ചു മാറ്റി. ആ കാറ് അടിച്ചു മാറ്റി ആ കാറുമായി ദില്ലി നഗരത്തിലൂടെ കറങ്ങി നടക്കുന്ന അവരുടെ ലക്ഷ്യം പിടിച്ചുപറിയാണ്. ആ പിടിച്ചുപറി നടത്താൻ അവനൊരു പരിപാടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അവന്റെ കാറിൽ അവൻ ആർക്കെങ്കിലും ലിഫ്റ്റ് കൊടുക്കും. ഇന്നത്തെ പോലെ ഓട്ടോറിക്ഷകൾ സജീവമായ കാലഘട്ടമല്ല. അതുകൊണ്ട് തന്നെ ആരെങ്കിലുമൊക്കെ കാറുകൾക്ക് കൈ കാണിക്കുന്നത് പതിവാണ്. അങ്ങനെ കൈ കാണിക്കുന്ന ആളുകളുടെ അടുത്ത് കാർ നിർത്തി അവരെ കയറ്റി ഏതെങ്കിലും ഒഴിഞ്ഞ സ്ഥലത്ത് ചെല്ലുമ്പോൾ അയാളെ ഉപദ്രവിച്ച് അയാളുടെ കയ്യിലുള്ള സ്വർണവും പണവും ഒക്കെ പിടുക എന്നുള്ളതാണ് അവരുടെ പരിപാടി. അങ്ങനെ പരിപാടി അവന്മാർ 1-2 ദിവസമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവന്മാര് ആ പെൺകുട്ടിയെയും അതുപോലെ സഞ്ജയനെയും കാണുന്നത്. അവരെ കണ്ടാൽ തന്നെ അറിയാം ആ പിള്ളേര് ലേശം പണമുള്ള വീട്ടിലെ കുട്ടികളാണ്. അവരെ ആ കാറിനകത്തേക്ക് കയറ്റി. ആ കാറിനകത്തേക്ക് കയറിയപ്പോൾ തന്നെ ഗീത അവൾക്ക് പോകേണ്ടത് ഓൾ ഇന്ത്യ റേഡിയോ ആണെന്ന് സൂചിപ്പിക്കുകയും ചെയ്തു. ഓൾ ഇന്ത്യ റേഡിയോയിലേക്കുള്ള ആ യാത്രക്കിടയിൽ പെട്ടെന്ന് വഴിമാറി പോകുന്ന കണ്ടതും അവരോട് വാഹനം നിർത്താൻ ആവശ്യപ്പെട്ടു. വാഹനം നിർത്താൻ അവളും അവളുടെ സഹോദരനും ആവശ്യപ്പെടുമ്പോഴാണ് ശരിക്കും അതിനകത്ത് ഒരു സംഘർഷം സ്റ്റാർട്ട് ചെയ്യുന്നത്. അങ്ങനെ ആ സംഘർഷം നടക്കുന്നതിനിടയിൽ അവരുടെ കൈ തെറ്റി വാഹനം ന്യൂട്രലായപ്പോഴാണ് വാഹനം ആ യോഗാശ്രമത്തിന്റെ ഗേറ്റിന് മുന്നിൽ വെച്ച് സ്റ്റോപ്പ് ആവുന്നത്. ആ വണ്ടി സ്റ്റോപ്പായ സമയത്താണ് ശരിക്കും ആ ഭഗവാൻ ദാസ് എന്നുള്ള വ്യക്തി ആ വാഹനത്തെ കാണുന്നത്. അയാൾ ആ വാഹനത്തിന് അടുത്തേക്ക് എത്തുമ്പോഴേക്കും ന്യൂട്രലായിരുന്ന വാഹനത്തെ ഫസ്റ്റ് ഗിയറിലേക്ക് മാറ്റി അവര് ആ വാഹനം സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിരുന്നു. ആ വാഹനവുമായി മുന്നോട്ട് പോകുമ്പോഴാണ് രണ്ടാമത്തെ കക്ഷി ഇന്ദ്രജിത്ത് ആ വാഹനത്തെ കാണുന്നത്. ട്രാഫിക് ഐലൻഡിൽ പോലീസ് കൈ കാണിച്ച് മറ്റു വാഹനങ്ങൾ നിർത്തിയപ്പോൾ പോലീസിനെ മൈൻഡ് ചെയ്യാതെ ബില്ലയും രംഗയും കൂടി ആ വാഹനം ഓടിച്ചങ്ങ് പോവുകയായിരുന്നു. ആ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ കാറിനകത്ത് ശരിക്കും ഗീതയും അതുപോലെ സഞ്ജയും ആ വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങാൻ ഒരുപാട് ശ്രമം നടത്തിയിരുന്നു. അങ്ങനൊരു സംഭവം നടക്കുമെന്ന് നേരത്തെ അറിയാവുന്ന അവർ ആ 2 കുട്ടികളും ഇരിക്കുന്ന സീറ്റിൻ്റെ സൈഡിലുള്ള ഡോറിന്റെ പിടി ഏതാണ്ട് ഇളക്കി വെച്ചിരിക്കുകയാണ്. അതിൽ തുടപ്പം അതങ്ങ് ചാഞ്ഞു പോവുകയാണ്. അതുപയോഗിച്ച് ആ ഡോറ് തുറക്കാൻ പറ്റില്ല. കാറിനകത്ത് കയറുന്ന ആളുകൾ രക്ഷപ്പെടാനൊരു ശ്രമം നടത്തുമെന്ന് അറിയാവുന്നത് കൊണ്ടാണ് അവൻ ആ ശൈലിയിൽ ഒരു പരിപാടി ചെയ്തിരുന്നത്. ആ ട്രാഫിക് ഐലൻഡിലെ പോലീസ് സിഗ്നൽ ശ്രദ്ധിക്കാതെ വാഹനം ഓടിച്ചു പോയ ബില്ലി രംഗയും ആ വാഹനം ആളില്ലാത്ത ആ കാടിന്റെ ഭാഗത്ത് ഓടിച്ചെത്തി. ഇതിനിടയിൽ ഗീത അവളുടെ അച്ഛൻ നേവി ഉദ്യോഗസ്ഥനാണെന്നും അവർ വെറുതെ വിടില്ലെന്നൊക്കെ ആ ബില്ലിയോടും രംഗയോടും പറഞ്ഞു.
അത് കേട്ടപ്പോൾ തന്നെ അവർക്ക് കാര്യം മനസ്സിലായി. പിടികൂടിയിരിക്കുന്ന കുട്ടികൾ വഴി പണം നേടാൻ ഒരു സാധ്യതയില്ല. നേവി ക്യാപ്റ്റനാണെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം അയാളുടെ കയ്യിൽ തോക്കൊക്കെ ഉണ്ടാകുമെന്നാണ്. അത് ബില്ലിയും രംഗയും ശരിക്കും ഒന്ന് ഭയപ്പെടുത്തി. പക്ഷെ അവന്മാര് ആ കാടിനടുത്തെത്തിയതും ഗീതയോടും അതുപോലെ സഞ്ജയനോടും പറഞ്ഞു, ഞങ്ങൾ ആളുകളെ ഇതുപോലെ ഭീഷണിപ്പെടുത്തി അവരിന്ന് പണം ഉണ്ടാക്കിയാണ് പതിവ്. നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ലാത്ത സ്ഥിതിക്ക് നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം, എങ്കിലും നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടും. അതുവഴി പണക്കാരെങ്കിലും വരുമ്പോൾ അവരെ കൈ കാണിച്ച് നിർത്തി വണ്ടിയിലേക്ക് ഗീതയും സഞ്ജയും കൂടി കയറ്റണം. അങ്ങനെ ഒരു ഡിമാൻഡാണ് ബില്ലിയും രംഗയും ഗീതയോടും സഞ്ജയനോടും വെച്ചത്. ആ കുട്ടികൾ മനസ്സോടെ ആ കാര്യം സമ്മതിച്ചു. പണക്കാരെങ്കിലും അതുവഴി നടന്നു വരുന്നുണ്ടോ എന്ന് നോക്കി ബില്ലിയും രംഗയും ഗീതയും സഞ്ജയും ആ കാര്യത്തിന് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴേക്കും സമയം ഏകദേശം 7 മണി കഴിഞ്ഞിട്ടുണ്ട്. ഇരുട്ട് വീണ്ടു തുടങ്ങിയിരിക്കുകയാണ്. അങ്ങനെ കുറെ നേരം ഇരുന്ന ബില്ലിയും രംഗയും ഗീതയോട് പറഞ്ഞു, നീ ഈ കാറിൽ ഇരിക്കുക, ഞങ്ങൾ ഇവനെയും കൊണ്ട് ഒന്ന് മുകളിലേക്ക് പോയിട്ട് താഴേക്ക് നോക്കാം, ആരെങ്കിലും വരികയാണെങ്കിൽ ഞങ്ങൾ അവനെ കൊണ്ട് വേഗം വരാം. അങ്ങനെ പറഞ്ഞ് കാറിൽ നിന്ന് പുറത്തിറങ്ങിയ ബില്ലിയും രംഗയും കാറ് പൂട്ടുകയും ചെയ്തു. ഇപ്പൊ ഗീത മാത്രമാണ് കാറിനകത്തുള്ളത്. ഗീത കാറിൽ ഇരിക്കുമ്പോൾ അനുജൻ സഞ്ജയനെയും കൊണ്ട് കാറിന് പുറത്തിറങ്ങിയ ബില്ലിയും രംഗയും സഞ്ജയുമായി ആ കാടിനകത്തേക്ക് നടന്നു. ഗീതയ്ക്ക് കാണാൻ കഴിയാത്ത ഒരു ഭാഗത്തേക്കാണ് ബില്ലിയും രംഗയും സഞ്ജയനെ കൊണ്ടുപോയത്. ഈ സഞ്ജയനെയും ഗീതയും വെറുതെ വിടാം എന്നൊക്കെ അവർ പറഞ്ഞെങ്കിലും പിന്നീട് അമ്മമാർക്ക് ഒരു സംശയം തോന്നിയിരുന്നു. ആ കുട്ടികൾ ഒരു നേവി ക്യാപ്റ്റന്റെ മക്കളാണ്. അവരെ വെറുതെ വിട്ടാൽ ഉറപ്പായും നേവി ക്യാപ്റ്റന്റെ ഇടപെടൽ മൂലം അവന്മാർ പിടിക്കപ്പെടും. അത് സംഭവിക്കാതിരിക്കാൻ വേണ്ടി, തെളിവുകൾ ഇല്ലാതാക്കാൻ വേണ്ടി ആ കുട്ടികളെ ഒഴിവാക്കാനുള്ള ഒരു പരിപാടിയാണ് ബില്ലിയും രംഗയും പ്ലാൻ ചെയ്തത്. ആ പ്ലാന് നടപ്പിലാക്കാൻ വേണ്ടിയാണ് അവർ സഞ്ജയനെ യഥാർത്ഥത്തിൽ കാട്ടിലേക്ക് കൊണ്ടുപോയത്. ബില്ലിയും രംഗയും സഞ്ജയനോട് സംസാരിച്ചുകൊണ്ടാണ് നടക്കുന്നത്. സഞ്ജയനോട് മറുഭാഗത്ത് ആളുകൾ വരുമെന്നും അവരെ നോക്കിയിട്ട് അവൻ്റെ ചേച്ചിക്കൊപ്പം ചേർന്ന് ആ ആളെ കാറിലേക്ക് വിളിച്ചു കയറ്റിയാൽ അവർക്ക് രണ്ടുപേർക്ക് പോകാൻ കഴിയുമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നിടയിൽ ബില്ല അയാളുടെ കയ്യിൽ കരുതിയിരുന്ന കൃപാണെടുത്ത് സഞ്ജയനെ ആഞ്ഞു വെട്ടി. രംഗയും അതേ നിമിഷത്തിൽ തന്നെ സഞ്ജയനെ ആക്രമിച്ചു. സഞ്ജയനെ ശബ്ദിക്കാൻ കഴിയും മുമ്പ് അവർ രണ്ടുപേരും കൂടി വെട്ടി വീഴ്ത്തുകയായിരുന്നു. സഞ്ജയനെ കൊലപ്പെടുത്തി കഴിഞ്ഞ ബില്ലിയും രംഗയും അതിനുശേഷം അവിടെ നിന്ന് തിരിച്ച് താഴേക്ക് വന്നു. ആ സമയത്ത് ഗീത കാറിൽ അവളുടെ അനുജനെ കാണാൻ വേണ്ടി അക്ഷമയായി ഇരിക്കുകയാണ്. ഗീതയെ കാറിനകത്ത് കണ്ട ബില്ല രംഗയൊന്ന് നോക്കിയതിനു ശേഷം കാർ തുറന്ന് അകത്തേക്ക് കടന്നു. സുന്ദരിയായ ഗീതയെ അയാൾ ക്രൂരമായി റേപ്പ് ചെയ്യുമ്പോൾ പുറത്ത് ആളുകൾ വരുന്നുണ്ടോ എന്ന് നോക്കി നിൽക്കുകയാണ് രംഗ. അവളെ ക്രൂരമായി ആ കാറിലിട്ട് റേപ്പ് ചെയ്ത ബില്ല കാറിൽ നിന്ന് പുറത്തിറങ്ങിയതും രംഗയെ ബില്ല നിർബന്ധിച്ച് അകത്തേക്ക് കയറ്റി. അയാളും അവളെ പീഡിപ്പിച്ചു. അതിനുശേഷം അവളെ കൊല്ലാനായി രണ്ടുപേരും കൂടി അവളെ സമീപിച്ചതും രക്ഷപ്പെടാനായി അവൾ കൈ കിട്ടിയ കൃപാൺ വലിച്ചെടുത്ത് ബില്ലിയുടെ തലയിൽ ആഞ്ഞു വെട്ടി. അങ്ങനെയാണ് ബില്ലിയുടെ തലയിൽ മുറിവ് ഉണ്ടാകുന്നത്. ബില്ലിയുടെ തലയിൽ വെട്ട് കിട്ടിയതും അവളെ ഉപദ്രവിക്കുന്നതെന്ന് പിന്മാറി. അവർ പക്ഷേ അവളെ കാറിൽ നിന്ന് പുറത്തിറക്കി. അവളുടെ അനുജന്റെ അടുത്തേക്കെന്ന് പറഞ്ഞ് കാടിന് ഉള്ളിലേക്ക് കൊണ്ടുപോയ ഗീതയെ വെട്ടി വീഴ്ത്തി. സഞ്ജയനെ അവസാനിപ്പിച്ചതുപോലെ ഗീതയും അവർ വെട്ടി വീഴ്ത്തി. സഞ്ജയന് സമീപത്ത് തന്നെ അവളെ കൊണ്ടുവന്ന് കിടത്തി. ഗീതയും സഞ്ജയനെയും വെട്ടി വീഴ്ത്തി അവർ അവിടെ നിന്ന് കാറിലേക്ക് മടങ്ങിയെത്തി. അല്പനേരം കാറിൽ തന്നെ ഇരുന്നു. രക്തം ഒഴുകുന്നത് നിൽക്കുന്നില്ല എന്ന് ബോധ്യമായതും ഹോസ്പിറ്റലിൽ പോകാൻ അവസാനം അവർ തീരുമാനിച്ചു. അങ്ങനെയാണ് അവർ രണ്ടുപേരും കൂടി വെല്ലിംഗ്ടൺ ഹോസ്പിറ്റലിൽ എത്തിയത്. അതിൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് രാത്രി 1:45 മണിവരെ അവർ പോലീസ് സ്റ്റേഷനിലുണ്ടായിരുന്നു. പോലീസ് അവരെ വിട്ടപ്പോൾ അവിടുന്ന് പുറത്തിറങ്ങി അവർ നേരെ പോയി അവരുടെ വാഹനം എടുത്ത് അത് കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഒരു സ്ഥലത്ത് ഉപേക്ഷിച്ചിട്ട് ബാഗുകളുമായി അവിടുന്ന് സ്ഥലം വിടുകയായിരുന്നു. കേസിന്റെ വിചാരണ നടപടികൾ ആരംഭിച്ചു. 3.5 വർഷക്കാലമാണ് വിചാരണ നീണ്ടുനിന്നത്. ആ വിചാരണയിൽ ഡോക്ടർ ഗുപ്ത ആ ഫിയറ്റ് കാറിന്റെ ഡ്രൈവർ സീറ്റിന് അടിയിക്കേണ്ട മണ്ണും ഗീതയും സഞ്ജയും കൊല്ലപ്പെട്ട സ്ഥലത്തെ മണ്ണും ഒന്നാണെന്ന് കോടതിയിൽ പ്രൂവ് ചെയ്തു. ആ സീറ്റ് അതുപോലെ തന്നെ ആ കാറിനകത്ത് നിന്ന് കിട്ടിയ മുടിയിഴകൾ ഗീതയുടേതാണെന്നും കോടതി പ്രൂവ് ചെയ്യപ്പെട്ടു. ഗീതയും ബില്ലയും തമ്മിൽ പിടിവലി നടക്കുമ്പോൾ ഗീതയുടെ കൈവിരലിനകത്തേക്ക് ബില്ലയുടെ മുടിയിൽ കയറിയിരുന്നു. അതും കോടതിയിൽ തെളിവായി മാറി. എല്ലാ തരത്തിലുള്ള തെളിവുകളും ബില്ലയ്ക്കും രംഗയ്ക്കും എതിരായി വന്നതും അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസ് എന്ന നിലയിൽ
302, 304, 305, 306 ഒക്കെ ചേർത്ത് അവർക്കെതിരെ വിധി വന്നു. വധശിക്ഷയ്ക്കാണ് വിധിക്കപ്പെട്ടത്. ആ വിധി സ്വാഭാവികമായിട്ടും ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടു. ഹൈക്കോടതിയും സെഷൻസ് കോടതിയുടെ വിധി അംഗീകരിക്കുകയാണ് ചെയ്തത്. അതിനുശേഷം സുപ്രീം കോടതിയും ആ വിധി അംഗീകരിച്ചു. സുപ്രീം കോടതിയും വധശിക്ഷ ശരിവെച്ചോടുകൂടി ദയാഹർജികളുമായി ബില്ലെ രംഗയും രാഷ്ട്രപതിയെ സമീപിച്ചു. രാഷ്ട്രപതി ദയാഹർജി തള്ളി. 1982 ജനുവരി 31 തിഹാർ ജയിലിൽ അവർ രണ്ടുപേരും തൂക്കിലേറ്റി. ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയും സുപ്രീം കോടതിയും ഒക്കെ ഒരുപാട് നിരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ശരിക്കും പോലീസിന് ഈ കേസിൽ 2 ഭാഗങ്ങളുണ്ട്. ഒരു ഭാഗത്ത് പോലീസിന്റെ ഉത്തരവാദിത്വമില്ലായ്മയും മറുഭാഗത്ത് ഉത്തരവാദിത്വ ബോധത്തോടുകൂടി പെരുമാറിയത്. ഉത്തരവാദിത്വമില്ലായ്മ 2 ആളുകൾ 2 സന്ദർഭങ്ങളിലായി 2 സ്റ്റേഷനിലും കൺട്രോൾ റൂമിലും 2 കുട്ടികളെ ആരൊക്കെ തട്ടിക്കൊണ്ടുപോകുന്ന കാര്യം റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ സമയത്ത് പോലീസ് ഉണർന്ന് പ്രവർത്തിച്ചിരുന്നെങ്കിൽ ഈ കേസ് ഈ ശൈലിയിൽ ആകുമായിരുന്നില്ല. രണ്ടാമത്തത് ആ ബോഡി കണ്ടെത്തിയത് മുതലുള്ള പോലീസിന്റെ പ്രവർത്തനമാണ്. ശരിക്കും എണ്ണയിട്ട യന്ത്രം പോലെ അതിനുശേഷം പോലീസ് ഉണർന്ന് പ്രവർത്തിക്കുകയായിരുന്നു. അത് സുപ്രീം കോടതി എടുത്തു പറയുകയും ചെയ്തു. ഒരു തരത്തിലും അമാന്തിക്കാതെ ശരിക്കും ശുഷ്കാന്തിയോടെ പോലീസ് അന്വേഷിച്ച് ആ പ്രതികളിലേക്ക് എത്തുകയായിരുന്നു. ബില്ലയും രംഗയും ആ സൈനികർ പിടികൂടിയില്ലായിരുന്നെങ്കിലും പോലീസിന്റെ വലയിൽ അവർ വീഴുമായിരുന്നു. അക്കാര്യവും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതിന് ശേഷമാണ് ഗീതയുടെയും സഞ്ജയിന്റെയും ആ ചെയ്തികൾ നോട്ട് ചെയ്യപ്പെടുന്നത്. അവരെ പിടികൂടിയ ആ 2 കുറ്റവാളികളിൽ നിന്നും രക്ഷപ്പെടാനായി അവർ രണ്ടുപേരും വൻ പരിശ്രമം തന്നെ നടത്തിയിരുന്നു. ആ പരിശ്രമം സ്വാഭാവികമായിട്ടും ഒരുപാട് ബഹുമതികൾക്ക് ഇടയായി. 2 പേർക്കും മരണാനന്തര ബഹുമതിയായി കീർത്തി ചക്ര നൽകുന്നത് അങ്ങനെയാണ്. ഈ 2 പേരുടെയും പേരിൽ ഇപ്പോൾ ധീരതയ്ക്കുള്ള അവാർഡുകളും പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ത്യയിൽ എല്ലാ വർഷവും ആ അവാർഡ് സ്ഥിരമായി ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയെ പിടിച്ചുകുലക്കിയ 2 കൊലപാതകങ്ങളാണ് ഗീത ചോപ്രയുടെയും സഞ്ജയ് ചോപ്രയുടെയും കൊലപാതകങ്ങൾ എന്ന് പറയുന്നത്. പക്ഷെ ആ പേരുകളല്ല നമ്മളിപ്പോഴും ഓർക്കുന്നത്. നമ്മുടെ മനസ്സിൽ ആ 2 വില്ലന്മാരുടെ പേരുകളാണ് ഉള്ളത്, ബില്ലയും രംഗയും. ഈ കേസിൽ ആ കൊലപാതകികൾക്ക് ശരിക്കും ഒരു ക്രിമിനൽ പശ്ചാത്തലമുണ്ട്. എന്നാൽ നമ്മൾ പോലും അറിയാതെ നമുക്കൊപ്പം താമസിക്കുകയും നമുക്കൊപ്പം ചലിക്കുകയും ചെയ്യുന്ന ക്രിമിനൽ പശ്ചാത്തലം പുറത്ത് കാണിക്കാത്ത അനവധി ആളുകളുണ്ട്. അത്തരത്തിലുള്ള ഒരാൾ ഒരു സീരിയൽ കില്ലർ കൂടിയാണെന്ന് നമ്മൾ അറിയുമ്പോൾ ശരിക്കും നമ്മൾ ഞെട്ടും. അത്തരത്തിലുള്ള ഒരു സംഭവകഥ ഞാൻ നേരത്തെ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിരിക്കുകയാണ്. നമുക്ക് ചുറ്റും നമ്മളോടൊപ്പം നിന്ന ഒരാൾ അനവധി ആളുകളെ കൊലപ്പെടുത്തിയ ഒരാളാണെന്ന് അറിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഞെട്ടലുണ്ടല്ലോ, ആ ഞെട്ടൽ അത് അനുഭവിച്ച ആളുകൾ പങ്കുവച്ചിട്ടുള്ള കാര്യം ആ കഥയിൽ അങ്ങനെ തന്നെ ഞാൻ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്ന് കണ്ടു നോക്കുക. ഈ കഥകളൊക്കെ നിങ്ങളോട് പറഞ്ഞത് എം ലൈഫിൽ നിന്ന് BS ചന്ദ്രമോഹൻ. കമന്റിൽ ചെയ്യുക. താങ്ക് യു.